വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 15-ാം വാക്യം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്, അത് പറഞ്ഞാൽ തീരുന്നതല്ല. എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. സ്തോത്രത്തിൽ നമ്മൾ ആരും പിശുക്കരായിരിക്കരുത്. അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന്. ദൈവത്തിൻ്റെ ദാനങ്ങൾ പറഞ്ഞാൽ തീരുന്നതല്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു തീരാത്ത ദാനം എന്ന വിഷയമാണ്. ചില ആളുകൾ സഭായോഗത്തിന് വന്നിട്ട് സ്തോത്രം പറയും. സാക്ഷ്യമുണ്ട് സഭായോഗത്തിൽ, സാക്ഷി സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറയും, എൻ്റെ കർത്താവ് ഞാൻ കോടാനുകോടി സ്തോത്രം പറയും. അങ്ങനെ കോടാനുകോടി ആരും ദൈവത്തിന് ഒരുമിച്ച് കൊടുക്കണ്ട. കോടാനുകോടി കൊടുത്തിട്ട് പിന്നെ ഇരുന്നാൽ പിന്നെ സ്തോത്രം ശരിക്കും പറയുന്നില്ല. കാരണം ഇനി അടുത്ത ഞായറാഴ്ച വരും കോടാനുകോടി കൊടുക്കാൻ. കോടാനുകോടി സ്തോത്രം കൊടുക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തുള്ളൂ. കോടാനുകോടി സ്തോത്രം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രമേ ആയിട്ടുള്ളൂ. 1000 സ്തോത്രം എണ്ണി പറഞ്ഞപ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. വെറുതെ സ്തോത്രം പറയുകയല്ല, യേശുക്രിസ്തു നമ്മുടെ യോഗമധ്യേ അവൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള അറിവിനാൽ നമ്മുടെ ഹൃദയദൃഷ്ടി കർത്താവിങ്കിലേക്ക് ഉയർത്തി ഹൃദയംഗമായി നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ 1000 സ്തോത്രം പറഞ്ഞ് അപ്പോൾ അറിയാം. 1000 സ്തോത്രം നാം അവന് കൊടുത്താൽ അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കും. ശലോമോൻ ദൈവത്തിന് 1000 ഹോമയാഗം കഴിച്ചു. അന്ന് രാത്രി യഹോവ ശലോമോന് പ്രത്യക്ഷപ്പെട്ടു. 1000 പ്രാവശ്യം സ്തോത്രം പറയാമോ? അഭിഷേകിക്കാത്ത കരിങ്കല്ല് പോലെ ഇരിക്കുന്ന നമ്മുടെ ചില ആളുകൾ അന്യഭാഷയാൽ ദൈവത്തെ സ്തുതിക്കാനിടയായിത്തീരും. എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാൻ കഴിയും, ഞാൻ സ്തോത്രത്തിൽ പിശുക്കനല്ല. സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം. ഈ വിഷയബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ചില ദാനങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. എല്ലാവരും എന്നോടൊപ്പം ചിന്തിക്കണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒന്നാമത്തെ ദാനം, അതിപ്രധാനമായ ദാനം നാം വായിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരെ നൽകുവാൻ തക്കവണ്ണം? തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം തൻ്റെ പുത്രനെ നമുക്കായി തന്നു എന്നുള്ളതാണ്. കുഞ്ഞേ, പോക്കറ്റിൽ കാശുണ്ടോയെന്ന് നോക്കിയല്ല ഹല്ലേലൂയ പറയേണ്ടത്, ഹൃദയത്തിൽ യേശു ഉണ്ടോയെന്ന് നോക്കി ദൈവത്തെ സ്തുതിക്കുക. ചിലരുടെയൊക്കെ സാക്ഷി കേട്ടാൽ തോന്നും, ഈ ഇടയൻ ഒരാഴ്ച എന്നെ ഇട്ട് വട്ടം കറക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ നിലനിൽപ്പിനോട് പ്രാർത്ഥിച്ചോളണം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയും ഇടയൻ എന്നെ വട്ടം കറക്കും. യേശു അനേകരെ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട് സ്നാനപ്പെടുത്താൻ. ഇന്ന് വരെ ആരെയും വെള്ളത്തിലാക്കിയിട്ടില്ല. യേശുവിനെ വെള്ളത്തിലാക്കി എന്ന് പറയുന്നവരാരും കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണ്ട. യേശുവിനെ വെള്ളത്തിൽ ഇറക്കി സ്നാനപ്പെടുത്താൻ ആ അനുഭവമുള്ളവർ കര ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സർവത്തെയും സൃഷ്ടിച്ച ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്ത പ്രമാണമാണ് വിശുദ്ധ ബൈബിൾ. മലയാളത്തിൽ ഇതിന് സത്യവേദ പുസ്തകം എന്ന് പറയും. ഇംഗ്ലീഷിൽ ബൈബിൾ എന്ന് പറയും. പുസ്തക സഞ്ചയം എന്ന അർത്ഥമുള്ള ബിബ്ലിയ എന്ന പദത്തിൽ നിന്നുമാണ് ബൈബിൾ എന്ന പേര് ഉണ്ടായിട്ടുള്ളത്. 66 പുസ്തകങ്ങളുള്ള ഈ ബൈബിൾ പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ 2 വാല്യങ്ങളാക്കി തിരിച്ചിരിക്കുകയാണ്. പഴയതും പുതിയതുമായ നിയമങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം, ദൈവിക കോടതിയുടെ, സ്വർഗീയ കോടതിയുടെ നിയമഗ്രന്ഥമാണ് ഈ ബൈബിൾ. ഇത് വെച്ചാണ് പാപിയെ ന്യായം വിധിക്കുന്നത്. ബൈബിളിൽ ആകെ 1189 അധ്യായങ്ങളിലായിട്ട് 31,173 വാക്യങ്ങളുണ്ട്. ബൈബിൾ ഒരു വാക്യത്തിൽ സംക്ഷേപിക്കാമെങ്കിൽ അതാണ് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
ബൈബിൾ ഒരു പുസ്തകത്തിൽ സംക്ഷേപിക്കാമെങ്കിൽ അതാണ് 66 അധ്യായങ്ങളുള്ള യെശയ്യാ പ്രവചനം. ബൈബിൾ ഒരധ്യായത്തിൽ സംക്ഷേപിക്കാമെങ്കിൽ അതാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. ബൈബിൾ ചില വാക്യങ്ങളിൽ സംക്ഷേപിക്കാമെങ്കിൽ അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള 10 വാക്യങ്ങൾ. ബൈബിൾ ഒരു വാക്യത്തിൽ കൊള്ളിക്കാമെങ്കിൽ അതാണ് യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16 മനഃപ്പാഠമാക്കാത്ത ആരെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ മനഃപ്പാഠമാക്കണം. ഒന്ന് ചേർന്ന് പറഞ്ഞ തൻ്റെ ഏകജാതനായ, ഉറക്കെ പറയാം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നുകൂടെ സൗണ്ടിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. മരണാനന്തരം ഒരു മനുഷ്യന് വേദനയോ ആശ്വാസമോ ലഭിക്കുന്നത് ഈ യോഹന്നാൻ 3:16 സന്ദേശത്തോടുള്ള പ്രതികരണം അനുസരിച്ചാണ്. ഇഹലോക ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട 4 അതിപ്രധാന വിഷയങ്ങൾ ഈ യോഹന്നാൻ 3:16 ഉണ്ട്. ആ 4 വിഷയങ്ങളിൽ 1, ദൈവം ലോകത്തെ സ്നേഹിച്ചു. 2, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. 3, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കാം. 4, പുത്രനിൽ വിശ്വസിക്കാത്തവൻ നശിച്ചു പോകും. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ വാക്യത്തെ ഭാഗിക്കാം. അതിലൊന്ന്, ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിൽ പല സ്നേഹങ്ങളുണ്ട്. ഭാര്യാഭർത്തൃ സ്നേഹം, മാതൃപിതൃ സ്നേഹം, സഹോദര സ്നേഹം, ബന്ധുമിത്രാദികളുടെ സ്നേഹം, അയൽവക്ക സ്നേഹം. ഈ മാനുഷിക സ്നേഹങ്ങളെല്ലാം മരണത്തോടെ അവസാനിക്കുന്നതാണ്. എന്നാൽ ദൈവസ്നേഹം നിത്യമാണ്. ഒന്നാം മനുഷ്യനായ ആദാമിന്റെ കൽപ്പനാലംഘനം മൂലം പാപത്തിനും ശാപത്തിനും രോഗത്തിനും മരണത്തിനും നരകത്തിനും എല്ലാ മനുഷ്യരും യോഗ്യരായി. അതുകൊണ്ട് ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മെ എല്ലാവരെയും ദൈവം സ്നേഹിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്നെയും എൻ്റെ ദൈവം സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നത് എൻ്റെ പേഴ്സിൽ പണമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ല, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കിയല്ല, വെട്ടാൻ റബ്ബറോ ഇടാൻ നാളികേരമോ കൊയ്യാൻ വയലോ ഉണ്ടോ എന്ന് നോക്കിയല്ല, ഓടിക്കാൻ വാഹനമോ മനോഹരമായ വീടോ ഉണ്ടോ എന്ന് നോക്കിയല്ല, പിന്നെയോ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നത് ദൈവം എൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി തന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. പൗലോസ് റോമാക്കാരോട് പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എനിക്ക് പറയാനുള്ള, ദൈവമേ, നിന്റെ പുത്രനോടുകൂടെ തരുന്നത് മാത്രം എനിക്ക് മതി. എനിക്ക് എന്തെങ്കിലും തന്നാൽ നിന്റെ പുത്രനെ എനിക്ക് നഷ്ടമാകുമെങ്കിൽ എനിക്കത് തരണ്ട. എനിക്ക് ഏറ്റവും വലുത് നിന്റെ പുത്രനാണ്. അടുത്ത പോയിന്റ്, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. സ്നേഹം വാക്കുകളിൽ ഒതുക്കി നിർത്താവുന്നതല്ല. സ്നേഹം ദാനത്തിലൂടെ വെളിപ്പെടുത്തേണ്ടതാണ്. സ്നേഹിക്കുന്നു 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 എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ട് ഒരു സാരി വാങ്ങിക്കൊടുക്കുന്നില്ലെങ്കിൽ എന്താ കാര്യം? സഹോദരിമാർക്ക് സന്തോഷമായി. സ്നേഹം 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 എന്ന് പറഞ്ഞാൽ അത് വാക്കിൽ ഒതുങ്ങുന്നതല്ല, അത് ദാനത്തിലൂടെ വെളിപ്പെടുത്തേണ്ടതാണ്. ഇന്ന് നമുക്ക് ഈ ലോകത്തിൽ ഉള്ളതെല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണ്. മനുഷ്യന് 3 ഘടകമാണ്: ശരീരം, ജീവൻ, ആത്മാവ്. നമുക്ക് ഇന്ന് ഉള്ളതായ ഈ വൈകല്യമില്ലാത്ത ശരീരം, 2 കണ്ണും, കാഴ്ചയുള്ള 2 കണ്ണും, കേൾവിയുള്ള 2 ചെവിയും, രുചിയുള്ള ഒരു വായും, നടക്കുവാൻ കഴിയുന്ന 2 കാലുകളും,
സ്പർശിക്കുവാൻ കഴിയുന്ന 2 കൈകളും ആരോഗ്യമുള്ള ഒരു ശരീരവും ഉറക്ക സ്വത്രം പറയാൻ കഴിയുന്ന ഒരു തൊണ്ടയും ഒക്കെ തന്നത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ഇന്നത്തെ ശരീരം ദൈവത്തിന്റെ ദാനമാണ്. നാം ചോദിച്ചു വാങ്ങിയതല്ല. ഈ ശരീരം ദൈവത്തിന് നൽകണമെന്ന് തോന്നിയിട്ട് നൽകിയതാണ്. നാം ഏത് രാജ്യത്ത് ജനിക്കണമെന്നും നാം എന്ന് ജനിക്കണമെന്നും ഏത് കുടുംബത്തിൽ ജനിക്കണമെന്നും ഏത് മാതാപിതാക്കളിൽ ജനിക്കണമെന്നും നാം എത്ര വരെ പഠിക്കണമെന്നും നാം എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്നും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിനപ്പുറത്ത് തീരുമാനിക്കുവാൻ ആർക്കും ഇവിടെ കഴിയുകയില്ല. ആണായോ പെണ്ണായോ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. ദൈവത്തിന്റെ നിർണയത്തിലാണ് ഈ ലോകത്തിൽ എല്ലാ കാര്യപരിപാടികളും നടക്കുന്നത്. ആ ദൈവത്തെയാണ് നാം ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്നത്. നമ്മുടെ ശരീരം വളരെ വിലയുള്ളതാണ്. മനുഷ്യന്റെ കിഡ്നി വിലയുള്ളതാണ്, ഹാർട്ട് വിലയുള്ളതാണ്, മനുഷ്യന്റെ രക്തം വിലയുള്ളതാണ്, മനുഷ്യന്റെ ചർമ്മം വിലയുള്ളതാണ്. ഒരിക്കൽ ഞങ്ങൾ തൃശ്ശൂർ ടൗണിൽ ശക്തൻ സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു പരസ്യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി അവിടെ വന്നു പോയതായിട്ട് അറിഞ്ഞു. തൃശ്ശൂർ അദ്ദേഹം വന്നത് അദ്ദേഹത്തിന് ഒരു കിഡ്നി കൊടുത്ത് കാശ് മേടിക്കാനാണ്. പക്ഷേ വിലപേശലിൽ വിലയൊക്കാത്തത് കൊണ്ട് കിഡ്നി കൊടുക്കാതെ അദ്ദേഹം വീട്ടിൽ പോയി. ചിലർക്ക് ലക്ഷങ്ങളുണ്ട്, കിഡ്നി ഇല്ല. കുഞ്ഞ്, നിനക്ക് ലക്ഷങ്ങളില്ലെങ്കിലും 2 കിഡ്നി ഉണ്ടല്ലോ, 2 സ്വത്രം പറ. 32 വല്ലുള്ളതിൽ 1 ഡോക്ടർ പറിച്ച് കളയാൻ, വെക്കാനല്ല പറിച്ച് കളയാൻ ചില നാളുകൾക്ക് മുമ്പ് 50 രൂപയായിരുന്നു ഫീസ്. നമുക്കുള്ള പല്ല് പോകട്ടെ, വെപ്പുകല്ല് വെക്കട്ടെ, അപ്പോൾ അറിയാം അതിൻ്റെ ഗുണം എത്രയുണ്ടെന്ന്. ചിലരുടെ പേരൊക്കെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ വെപ്പുകല്ല് ഒരു താഴെ കിടക്കും. അങ്ങനത്തെ പേരാ ഇന്നത്തെ ചിലരുടെ പേര്. ഡാഡിയുടെ പേരിൻ്റെ ആദ്യാക്ഷരവും മമ്മിയുടെ പേരിൻ്റെ ആദ്യാക്ഷരവും ചേർത്ത് ഒരു പേര്. സൂക്ഷിച്ചു ഉച്ചരിക്കണം, വെപ്പുകല്ല് താഴെ പോകാതെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഹാർട്ട് ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ തലയിലുള്ള മുടി ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു മനുഷ്യൻ്റെ തലയിൽ 1,20,000 മുടിയുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരുടെയും തലയിൽ 1,20,000 മുടിയില്ല. ഒറ്റയൊരു മനുഷ്യന്റെ തലയിൽ 1,20,000 മുടിയാണ്. അതിലൊരു മുടി താഴെ വീണാൽ പിതാവായ ദൈവം അറിയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം ദൈവത്തിന് എണ്ണമുണ്ട്. എണ്ണമില്ലെങ്കിൽ ഒന്ന് താഴെ വീണ അറിയത്തില്ലായിരുന്നു. ഒരു ഇടയന് 100 ആടുണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയത് അദ്ദേഹം അറിയാൻ കാരണം ആടുകളെ എണ്ണി നോക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ തലയിലെ മുടി എണ്ണുന്നു ദൈവം. 1,20,000 മുടിയിൽ ഒരു മുടി താഴെ വീണാൽ ദൈവം അറിയുന്നെങ്കിൽ 32 പല്ലിൽ 1 പോയാൽ ദൈവം അറിയത്തില്ലേ? 2 കിഡ്നിയിൽ 1 കേടുവന്നാൽ ദൈവം അറിയത്തില്ലേ? ഹാർട്ട് 1.25 ഒന്നല്ലേ ഉള്ളൂ, അതിന് തകരാറ് സംഭവിച്ച ദൈവം അറിയുന്നില്ലേ? അതെ, നമ്മുടെ ദൈവം എല്ലാം അറിയുന്നു. ദൈവം അറിയാതെ ഒന്നുകൂടെ അനങ്ങുന്നില്ല. ഈ ശരീരം ദൈവത്തിന്റെ ദാനമാണെന്നറിയുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നാം ആരാധിക്കുന്ന സമയത്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ കൈകൾ കൊട്ടി നാം ദൈവത്തെ ആരാധിക്കണം. നൃത്തം ചെയ്ത് നാം ദൈവത്തെ ആരാധിക്കണം. ഒരു ദൈവവൈദ്യന് എത്രത്തോളം ശബ്ദത്തിൽ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അത്രത്തോളം ശബ്ദത്തിൽ ആരാധിക്കാൻ പെന്തക്കോസ്ത് ഹോളുകളിൽ അനുവാദമുണ്ട്. നമ്മൾ പള്ളിയിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും പെന്തക്കോസ്തിൽ വന്നത് ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കാനാണ്. ആരാധിക്കാത്ത എല്ലാവരും തിരികെ പൊക്കോളണം, എന്നാലേ ആരാധിക്കാൻ ചിലരെ ദൈവം കൊണ്ടുവരത്തുള്ളൂ. ആമേ, ഇവിടെ വന്നിട്ട് ആരും ആരാധിക്കാതിരിക്കരുത്. ഇവിടെ അത്രയും മനോഹരമായ ഒരു ഹോള് പണിതിരിക്കുന്നത് ദൈവത്തെ ശക്തിയോടെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ശരീരം നമുക്ക് നൽകുന്നത് പരിസരബോധമാണ്. ആ ബോധം മൃഗങ്ങൾക്കുമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഘടകമാണ് ജീവൻ. നമ്മുടെ ജീവൻ, ഉള്ളിൽ തുടിക്കുന്ന ജീവൻ. പൾസ് പിടിച്ചു നോക്കും, ജീവനുണ്ടോ, ജീവൻ പോയോ? നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ജീവൻ ദൈവത്തിന്റെ ദാനമാണ്. ആ ജീവനെ തടയുവാൻ ദൈവത്തിനേ കഴിയത്തുള്ളൂ. ജീവനെ എടുക്കുവാൻ ദൈവത്തിനേ കഴിയത്തുള്ളൂ. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ഡോക്ടർക്കുള്ളതല്ല, കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ദൈവകുഞ്ഞെ, ഇന്ന് വരെ നീ മരിക്കാതിരിക്കാൻ കാരണം ദൈവം നിന്നെ ഇവിടെ നിർത്തിയതാണ്, വേറെ ആരും നിർത്തിയതല്ല. മരുന്നിനോ വൈദ്യനോ മഹത്വം കൊടുക്കാതെ ഇന്ന് രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. ജീവൻ നമുക്ക് നൽകുന്നത് സ്വയബോധമാണ്. അത് മൃഗങ്ങൾക്കുമുണ്ട്. എന്നാൽ മറ്റൊരു ഘടകമുണ്ട്, അതിൻ്റെ പേരാണ് ആത്മാവ്. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, മനുഷ്യാത്മാവ്. ആ ആത്മാവ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. ആത്മാവ് നമുക്ക് നൽകുന്ന ബോധമാണ് ദൈവബോധം. അത് മൃഗങ്ങൾക്കില്ല.
മൃഗങ്ങളൊക്കെ ചാകുമ്പോൾ അവസാനിക്കുന്നു, പക്ഷേ മനുഷ്യൻ മരണത്തോടെ അവസാനിക്കുന്നില്ല. മൃഗങ്ങൾക്കില്ലാത്തൊരു ഘടകം മനുഷ്യനുണ്ട്, അത് ആത്മാവാണ്. ഇന്ന് വരെ ഒരൊറ്റ മൃഗങ്ങളും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തുനിഞ്ഞിട്ടില്ല. കാട്ടിൽ കിടക്കുന്ന കുരങ്ങന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി തുനിഞ്ഞിട്ടില്ല. എന്നാൽ കാട്ടിൽ കിടക്കുന്ന കാട്ടാളന്മാർ ഒരു കല്ലെടുത്ത് വെച്ച് ദൈവത്തെ ആരാധിക്കുന്നു. അവരെ പുസ്തകം വായിച്ച് കിട്ടിയ അറിവല്ല, ആത്മാവ് അവർക്കുണ്ട്, ദൈവബോധം. ആരാധന ശരിയല്ലെന്നേ ഉള്ളൂ, പക്ഷെ ദൈവബോധം അവരുടെ അകത്തുണ്ട്. കണ്ണുകൊണ്ട് നമുക്ക് കണ്ടറിയാം, ചെവി കൊണ്ട് കേട്ടറിയാം, മൂക്ക് കൊണ്ട് മണത്തറിയാം, നാവ് കൊണ്ട് രുചിച്ചറിയാം, ത്വക്ക് കൊണ്ട് സ്പർശിച്ചറിയാം. എന്നാൽ ദൈവത്തെ അറിയുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇന്ദ്രിയമാണ് മനുഷ്യന്റെ ആത്മാവ്. ബൈബിളിൽ പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ബുദ്ധിയുള്ളവന് തുറന്നു പറയുന്നു. അല്ല, തുറന്നു പറയുന്നവൻ മൂഢന്മാരുടെ നേതാവ്. ഈ പ്രകൃതിയെ നോക്കിയാൽ ഇത് സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നറിയാം. സൃഷ്ടിജാലങ്ങളെ നോക്കിയാൽ സൃഷ്ടാവിന്റെ കരവിരുതറിയാം. ഈ കാണുന്നതെല്ലാം ഒരു ക്രമീകരണമാണ്. ഇതിനെല്ലാം ക്രമീകരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെ അധികം താമസമില്ല നാം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. നാം അധിവസിക്കുന്ന ഭൂമി ദൈവത്തിന്റെ ദാനമാണ്. 25,000 മൈൽ ചുറ്റളവും 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 7 വൻകരകളും 5 മഹാസമുദ്രങ്ങളും അടങ്ങുന്ന ഈ വലിയ ഭൂഗോളം ശൂന്യതയിൽ ഒന്നുമില്ലായ്മയിൽ 23 ഡിഗ്രി വടക്കോട്ട് ചരിഞ്ഞു നിന്ന് സാങ്കല്പിക അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, അത് സൂര്യനെ വലയം ചെയ്യുമ്പോൾ കാലങ്ങൾ ഉണ്ടാകുന്നു. ഒരു വർഷം കൊണ്ടാണ് സൂര്യനെ വലയം ചെയ്തെത്തുന്നത്. ആ ഭൂമി 23 ഡിഗ്രിയിൽ നിന്ന് 24 ഡിഗ്രിയിലേക്ക് 1/2 ഡിഗ്രി ഉയർന്നാൽ ഈ ഭൂമി ഒരു മണിക്കൂർ കൊണ്ട് ഒരു അഗ്നിഗോളമാകുമെന്നും 23 ഡിഗ്രിയിൽ നിന്ന് 23 ഡിഗ്രിയിലേക്ക് താഴ്ന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് ഇതൊരു മഞ്ഞുകട്ടയായി തീരുമെന്നും ശാസ്ത്രജ്ഞന്മാർ നമ്മോട് പറയുമ്പോൾ നമ്മുടെ ദൈവം കറക്റ്റ് 23 ഡിഗ്രിയിൽ അതിനെ നിർത്തി നമ്മെ ഇതിനകത്ത് പാർപ്പിച്ചിരിക്കുന്നു. ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? നാം ഇതിനകത്ത് കിളയ്ക്കുന്നു, കിണർ കുത്തുന്നു, മരം വെച്ച് പിടിപ്പിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. മനുഷ്യനെ അധിവസിക്കുവാൻ ദൈവം ഭൂമി തന്നിരിക്കുകയാണ്. ഭൂമിയാണ് ദൈവം മനുഷ്യർക്ക് കൊടുത്തത്, ചന്ദ്രനല്ല. ചന്ദ്രന് മനുഷ്യൻ കാലുകുത്തിയാലും അവിടെ വീട് പണിത് പാർക്കാൻ തുനിഞ്ഞാലും ദൈവം അവനെ അവിടെ നിന്ന് ഇറക്കും താഴോട്ട്. നാം ശ്വസിക്കുന്ന പ്രാണവായു ദൈവത്തിന്റെ ദാനമാണ്. 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ് കൊണ്ട് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ 18 പ്രാവശ്യം ശ്വസിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. 1 മിനിറ്റ് കൊണ്ട് 18 പ്രാവശ്യം സാധാരണഗതിയിൽ ശ്വസിക്കും. ഓടുമ്പോഴല്ല, ടെൻഷൻ ഉണ്ടാകുമ്പോഴല്ല, സാധാരണഗതിയിൽ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ 1 മിനിറ്റിൽ 18 പ്രാവശ്യം ഒരു മനുഷ്യൻ ശ്വസിക്കും. അത് 1 മണിക്കൂർ കൊണ്ട് 1080 പ്രാവശ്യം ശ്വസിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെയെങ്കിൽ 24 മണിക്കൂർ കൊണ്ട്, ഒരു ദിവസം കൊണ്ട്, ഇന്നലെ രാത്രി 8:13 മുതൽ ഇന്ന് രാത്രി 8:13 വരെ 25,920 പ്രാവശ്യം ശ്വസിക്കാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. നാം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും ആമേൻ സദാ ഇടതടവില്ലാതെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. 25,920 പ്രാവശ്യം നാം ഒരു ദിവസം ശ്വസിക്കുന്നു. ആ ഓരോ പ്രാണവായുവും ദൈവത്തിൻ്റെ ദാനമാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. അതെ, ഇത് വലിച്ചെടുക്കാൻ കഴിയാതെ വന്നാൽ നമുക്കിവിടെ നിൽക്കാൻ കഴിയുകയില്ല. നമ്മൾ ജനനിന്മേൽ തൂങ്ങി നിന്ന് ശ്വാസം വലിക്കും. ശ്വാസം വലിക്കാൻ കഴിയാതെ ആയാൽ മനുഷ്യനെ ഹോസ്പിറ്റലിലാക്കും. 1 മണിക്കൂർ ഓക്സിജൻ കയറ്റണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് മെട്രോപൊളിറ്റൻ എന്ന പേര് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഞാൻ ബീച്ച് സഭയിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ബെറ്റി എന്ന പേരായ ഒരു പെൺകുട്ടിക്ക് ഓക്സിജൻ കൊടുക്കേണ്ടതായ രോഗം വന്നു. അന്ന് 1 മണിക്കൂർ, വർഷങ്ങൾക്ക് മുമ്പാണ്, ഓക്സിജൻ കൊടുക്കാൻ 45 രൂപയായിരുന്നു 1 മണിക്കൂർ നേരത്തേക്ക് അന്ന്. അപ്പോൾ 10 മണിക്കൂർ നേരത്തേക്കോ 550, 20 മണിക്കൂർ നേരത്തേക്കോ 900, പിന്നെ 4 മണിക്കൂർ നേരത്തേക്കോ 180. അപ്പോൾ 1080 രൂപ വേണം ഒരു ദിവസം ശ്വസിക്കാൻ. ഒരു ദിവസം ശ്വസിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് 1080 രൂപ. 45 രൂപയല്ല ഇന്ന്, വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. ഇപ്പോഴത്തെ കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ, അത് അന്വേഷിക്കാൻ പോകാത്തതുകൊണ്ടാണ്.
45 രൂപ വെച്ച് നമ്മൾ കണക്കാക്കാം. നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ശ്വസിച്ചതിന് ദൈവം ഒരു ബില്ലിട്ടാൽ കുഞ്ഞെ നിന്റെ തറവാട് വിറ്റാ കൊടുക്കാൻ കഴിയുമോ? ആശുപത്രിയിൽ ഓക്സിജൻ കൊടുത്താൽ മരിച്ചാലും ജീവിച്ചാലും ഇങ്ങ് ഇറങ്ങിപ്പോരണമെങ്കിൽ പൈസ അടയ്ക്കണം. ദൈവം തമ്പുരാൻ സൗജന്യമായി ഇത് തന്നതോർക്കുമ്പോൾ, തന്നെന്ന് മാത്രമല്ല ശ്വസിക്കാനുള്ള ആരോഗ്യവും ദൈവം തന്നതോർക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുക? നമുക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശം, നമുക്ക് ലഭിക്കുന്ന ശുദ്ധജലം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ചുരുക്കി പറഞ്ഞാൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ മക്കളും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 7 പുത്രന്മാർ, 3 പുത്രിമാർ, എല്ലാം ഇയ്യോബിന് നഷ്ടമായി. ഇയ്യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിന്റെ ചിന്ത, ദൈവം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം നഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്തോത്രം ചെയ്തുകൊള്ളണം. സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് നാം പരിചയിച്ചിട്ടുള്ള എല്ലാ അറിവിനേക്കാളും അതിരുകവിഞ്ഞതാണ്. അതും ഏറ്റവും വലിയ ദാനമായ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നുള്ളതാണ്. പല ജാതന്മാരിൽ ഒരാളെ തന്ന കാര്യമല്ല, അതുപോലെ വേറൊരു ജാതനില്ല, ആകെ ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ തന്നെന്ന്. സ്തോത്രം, 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 സ്തോത്രം. ദൈവസ്നേഹത്തിന്റെ പ്രദർശനശാലയാണ് ക്രൂശിൽ മരിച്ച ക്രിസ്തു. ലോകത്തിൽ അനേക കാഴ്ചകളുണ്ട്, മനുഷ്യനെ കാണുവാൻ പലതും ലോകത്തിലുണ്ട്. എന്നാൽ എവിടെ ചെന്നാൽ ദൈവസ്നേഹം കാണാം. ദൈവസ്നേഹം കാണുവാൻ അനേക സ്ഥലങ്ങളില്ല, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ലോകത്തിന്റെ മധ്യസ്ഥാനമായ പലസ്തീൻ നാട്ടിൽ യെരുശലേം നഗരവാതിന് വെളിയിൽ കാൽവരി കുന്നിൻ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശം ഭൂമിക്ക് മധ്യേ നാട്ടപ്പെട്ട കുരിശിന്മേൽ 3 ആണികളിൽ തൂങ്ങി മരിച്ച യേശുവാണ് ദൈവസ്നേഹത്തിന്റെ പ്രദർശനശാല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കാൺമീൻ. എല്ലാവരും ആ ക്രൂശിങ്കിലേക്കൊന്ന് നോക്കണം. ആമേൻ. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുക മാത്രമല്ല, മരണത്തെ ജയിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിനാൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ള ജാതികളെ നോക്കിയാൽ ദേവീദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യർ വഴിപാടുകളും യാഗങ്ങളും ധാരാളം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വഴിപാടുകളും യാഗങ്ങളും നടത്തിയ മനുഷ്യരെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ മോക്ഷാർത്ഥികൾക്ക് വേണ്ടി ദേവീദേവന്മാർ ഒരു ത്യാഗവും ചെയ്തിട്ടില്ല. ഇന്ന് വരെ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യുകയുമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശിലേക്ക് സ്നേഹിത നിന്റെ ഹൃദയദൃഷ്ടി ഉയർത്തി ഇന്ന് രാത്രികാലം നീ ഒന്ന് നോക്കുക. ദൈവം സ്നേഹമാണെന്ന് ത്യാഗത്താൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ സേവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? നീ ദൈവത്തിന് പലതും കൊടുത്തു, നീ ദൈവത്തിന് പലതും ചെയ്തു. നിന്റെ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്നെ ജീവനെ തന്നു. സ്വത്രം, സ്വത്രം. വാങ്ങി സ്നേഹിക്കുന്ന ദൈവമല്ല ബൈബിളിൽ വെളിപ്പെട്ട ദൈവം, പിന്നെയോ തന്ന് സ്നേഹിച്ച ദൈവമാണ്. അവൻ മുമ്പേ നമുക്ക് വേണ്ടി തന്നതിനാൽ പിന്നീട് നാം അവന് കൊടുക്കാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം പറയാത്തവന്റെ സ്തോത്ര കാഴ്ച വേണ്ട. സ്തോത്രം പറയാത്തവന്റെ സ്തോത്ര കാഴ്ച ദൈവത്തിന് വേണ്ടാന്ന്. ആദ്യം സ്തോത്ര കാഴ്ചയല്ല, ആദ്യം സ്തോത്രം, അത് കഴിഞ്ഞ് സ്തോത്ര കാഴ്ച. പിന്നെ സ്തോത്ര കാഴ്ച ഇടുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഒട്ടിച്ച് നോട്ടിടാതെ നല്ല നോട്ടിട്. ഇന്നിവിടെ സ്തോത്ര കാഴ്ചയൊന്നുമില്ല, നല്ല നോട്ടിട്. മീൻ വിൽക്കുന്നവനും ആ നോട്ട് വേണ്ട, ഇറച്ചി വെട്ടുകാരനും വേണ്ട, ബസ് കണ്ടക്ടർക്കും വേണ്ട, പലചരക്കടക്കാരനും വേണ്ട, ആർക്കും വേണ്ട. എന്നാൽ ഇരുന്നോട്ടെ ഉപദേശിക്ക്. ഉപദേശി ഈ പ്ലാസ്റ്റിക് ഒട്ടിച്ച നോട്ടും കൊണ്ട് പലരും കിട ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നോട്ടും കൊണ്ട് നിങ്ങളുടെ സഭയിലെ സഹോദരൻ ഇന്നലെ ഇവിടെ പഞ്ചസാര വാങ്ങിക്കാൻ വന്നിട്ട് ഇത് എടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തതാണല്ലോ, ഇതെങ്ങനെ ഭാഷ കിട്ടി? അത് ശനിയാഴ്ച മടക്കി വിട്ടത് ഞായറാഴ്ച മടക്കി സ്തോത്ര കാഴ്ച സഞ്ചിയിലിട്ടു.
ദൈവത്തെ കളിപ്പിക്കരുത് കേട്ടോ. സ്തോത്രം. പത്രോസ് പറയുക, അനന്യാസേ, ഇത് വിൽക്ക് മുമ്പേ നിൻ്റെ ആയിരുന്നു, വിറ്റ ശേഷവും നിൻ്റെ ആയിരുന്നു, പക്ഷെ നീ ദൈവത്തെ കളിപ്പിച്ചു. അതുകൊണ്ട് കണ്ടോ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനന്യാസ് താഴെ വീണ് പടഞ്ഞു ചത്തുപോയി. സഫീറയും വന്നു. ഇത്രയ്ക്കോ നിലം വിറ്റത്? ഇത്രയ്ക്ക് തന്നെ. ദൈവത്തോട് വ്യാജം കാണിച്ചു, അവളും വീണ് മരിച്ചുപോയി. കൊടുക്കാതിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു. ഇത് കൊടുത്തത് കൊണ്ടാണ് മരിച്ചത്. കൊടുത്തുകൊണ്ട് മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ കളിപ്പിക്കാൻ നോക്കി, അതുകൊണ്ട് മരിച്ചതാണ്. ഓ, ഇത് കൃപായുഗമാകയാൽ ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. സ്തോത്രം, സ്തോത്രം. ബൈബിളിൽ വെളിപ്പെട്ട ദൈവം ആരാണെന്നറിയാവോ? ത്യാഗത്താൽ സ്നേഹത്തെ വെളിപ്പെടുത്തിയവനാണ്. ജീവനെ മറുവിലയായി തന്ന ആ ദൈവത്തെ ഇന്ന് രാത്രികാലം ഞാനിവിടെ ഉയർത്തുകയാണ്. മൂന്നാമത്തെ പോയിന്റ്, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ആ ഏവനും എന്നുള്ള പദം എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. ഏവനും, അതിൻ്റെ അടിയിൽ ചുവന്ന മഷി കൊണ്ട് വരയിടണം. ഏവനും, ഏവനും എന്ന് വെച്ചാൽ ഏതവനും. ഒന്നുകൂടെ പറഞ്ഞ ഏതവളും, മനുഷ്യകുലത്തിൽ പിറന്ന ഏവനും. സ്തോത്രം. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ വ്യാപ്തിയിൽ എല്ലാ മനുഷ്യരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ആദാം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടുള്ള സർവ്വ മനുഷ്യർക്കും, ഇന്ന് ലോകത്തിൽ ഏകദേശം ഒരു 610 കോടി ജനമുണ്ടെന്ന് വിചാരിക്കുന്നു. അവർക്കെല്ലാവർക്കും ഇനി നിത്യതയോളം ജനിക്കാതിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ നിന്ന് തന്നത്. എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ മരിപ്പാൻ തന്നത് എന്ന് വരിയിലും എല്ലാവരെയും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ വ്യാപ്തിയിൽ ദൈവം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അനുഗ്രഹം പ്രാപിക്കുന്നത് വിശ്വസിക്കുന്നവർ മാത്രമാണ്. നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതും മാത്രമാണ്. വേറെ ഒന്നും നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. എത്ര പേർക്ക് പറയാൻ കഴിയും, അതെ ഞാൻ പുത്രനെ വിശ്വസിച്ച നിത്യജീവൻ പ്രാപിച്ചവനാണ്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ജീവൻ എന്ന് പറഞ്ഞാൽ ജനനത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. നാം മാതാപിതാക്കളിൽ നിന്ന് അഥവാ മനുഷ്യരിൽ നിന്ന് ജനിച്ച് ഭൂമിയിലേക്ക് വന്നു. എന്നാൽ നാം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനാൽ ദൈവരാജ്യത്തിലായിത്തീരുന്നു. അഥവാ ഒരു പാപി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിൻ്റെ മകനോ മകളോ ആയിത്തീരുന്നു. വിശ്വസിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ജീവൻ നിത്യജീവനാണ്. അത് ദൈവജീവനാണ്. അത് അല്പജീവനല്ല, സ്വൽപജീവനല്ല, നിത്യജീവനാണ്, ദൈവജീവനാണ്. നിത്യജീവൻ എന്നാൽ എന്നേക്കുമുള്ള ജീവൻ എന്നല്ല, പിന്നെയോ നിത്യനായ ദൈവത്തോടുകൂടെ നിത്യകാലം പുലരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ജീവനാണ് നിത്യജീവൻ. സ്തോത്രം. വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിച്ചവൻ വിശ്വാസ സ്നാനമേറ്റ് ഈ ബൈബിൾ അനുസരിച്ച് ജീവിച്ച് ദൈവമകനാണെന്ന് ഈ ലോകത്തിൽ വെളിപ്പെടുത്തണം. വിശ്വസിച്ചപ്പോൾ നമുക്ക് നിത്യജീവൻ കിട്ടി. വലിയൊരു അനുഗ്രഹമാണത്. അപ്പം നമുക്ക് നിത്യജീവൻ കിട്ടിയെന്ന് ദൈവത്തിനും അറിയാം, നമുക്കും അറിയാം. നാട്ടുകാർ സമ്മതിക്കണമെങ്കിൽ നിത്യജീവൻ കിട്ടിയെന്ന് നമ്മൾ ബാനർ കെട്ടിയ പാത്രം പോരാ. നമ്മൾ ഈ വേദപുസ്തകത്തിലെ കൽപ്പന അനുസരിച്ച് സ്നാനമേറ്റ് ബൈബിൾ അനുസരിച്ച് വേർപെട്ട് ജീവിക്കുമ്പോൾ, പാപവഴികൾ ഉപേക്ഷിക്കുമ്പോൾ നാട്ടുകാർ പറയും, അതെ അവൻ നിത്യജീവൻ പ്രാപിച്ചവനാണ്. നമ്മൾ മരിച്ച ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ, ഒരു വിശ്വാസിയോ പാസ്റ്ററോ മരിച്ച ശവപ്പെട്ടി കിടക്കുമ്പോൾ ചരമപ്രസംഗത്തിന് ആളുകൾ വരും, സാക്ഷ്യം പറയാൻ ആളുകൾ വരും. നല്ല സാക്ഷിയെ പറയത്തുള്ളൂ. പരേതനെക്കുറിച്ച് ആരും മോശമായി പറയത്തില്ല. എന്തെല്ലാം കുഴപ്പക്കേടുണ്ടാക്കിയ വിശ്വാസിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പറയും, പർദീസയിൽ പോയിരിക്കുകയാണ്, കർത്താവ് വരുമ്പോൾ ഉയർക്കും. ഭാര്യയോട് പറയും, സഹോദരി ആശ്വസിച്ചുകൊള്ളുക, യേശു വരാറായി.
ജീവിതമില്ലാത്ത വിശ്വാസികളോ പാസ്റ്റർമാരോ മരിച്ചാൽ പർദീസയിൽ പോയി എന്ന് പറയാൻ ആരും പോകണ്ട. കാരണം ജീവിതം ഇല്ലാത്തവൻ മരിച്ചിട്ട് നമ്മൾ പർദീസയിൽ പോയി എന്ന് പ്രസംഗിച്ചാൽ നാട്ടുകാരൻ നിന്ന് ചിരിക്കും. അവൻ ചിരിക്കാൻ കാരണം എന്നറിയാവോ? അവനും സന്തോഷമായി. കാരണം പർദീസയിൽ പോകാലോ, ഞാനും ആ സഹോദരനും ഒരുമിച്ചാണല്ലോ കുടിച്ചത്, അപ്പോൾ അവൻ പർദീസയിൽ പോയെങ്കിൽ എനിക്കും പോകാലോ എന്നുള്ളതിൽ അവൻ ചിരിക്കണം. വീട്ടുകാർ സന്തോഷിക്കും. ഇനി പാതാളത്തിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ വിഷമിക്കും. അപ്പോൾ പാതാളത്തിൽ പോയി എന്ന് പറഞ്ഞാലും പ്രശ്നം, പർദീസയിൽ പോയി എന്ന് പറഞ്ഞാലും പ്രശ്നം. അതുകൊണ്ട് നമുക്ക് പറയാം, കർത്താവ് ഒരുക്കിയ സ്ഥലത്തേക്ക് പോയി. നമുക്കറിയാം എങ്ങോട്ടാ പോയതെന്ന്, നാട്ടുകാർക്കും അറിയാം എങ്ങോട്ടാ പോയതെന്ന്. എന്നാൽ ഈ വചനാനുസരണം ജീവിച്ചൊരു വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ നമ്മളെ വീട്ടിൽ ചെന്ന്, അതെ ഈ നല്ല സഹോദരൻ, ഈ നല്ല സഹോദരി മരിച്ചപ്പോൾ പർദീസയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും തലയാട്ടി സമ്മതിക്കും. അതേ പർദീസയിൽ തന്നെ പോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത പോയിന്റ്, പുത്രനിൽ വിശ്വസിക്കാത്തവൻ നശിച്ചു പോകും. നശിച്ചു പോക എന്ന് വെച്ചാൽ നിശേഷ വിനാശമല്ല, ആസ്തിത്വം ഇല്ലാതായി തീരുകയല്ല, പിന്നെയോ നിത്യജീവനില്ലാത്ത അവസ്ഥയാണ്. ദൈവം തൻ്റെ ഏറ്റവും വലിയ ദാനമായ തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുവാൻ നൽകിയിട്ട് ജീവനോ മരണമോ തിരഞ്ഞെടുക്കുവാൻ മനുഷ്യരെ ദൈവം സ്വതന്ത്രരായി വിട്ടിരിക്കുന്നു. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ദൈവം നിൽക്കുന്നു, പിശാച് നിൽക്കുന്നു. സ്നേഹിത, നീ ഏത് തിരഞ്ഞെടുക്കും? മരണവും കിടക്കുന്നു, ജീവനും കിടക്കുന്നു. സ്നേഹിത, നീ ഏത് തിരഞ്ഞെടുക്കും? തിന്മയും നന്മയും നിൽക്കുന്നു, നീ ഏത് തിരഞ്ഞെടുക്കും? നരകവും സ്വർഗവും കിടക്കുന്നു, നീ ഏത് തിരഞ്ഞെടുക്കും? ഇരുളും വെളിച്ചവും കിടക്കുന്നു, നീ ഏത് തിരഞ്ഞെടുക്കും? സത്യവും വ്യാജവും കിടക്കുന്നു, ഏത് തിരഞ്ഞെടുക്കും? എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ പുത്രനെ തിരഞ്ഞെടുത്തവനാണ്, ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തവനാണ്, ഞാൻ സ്വർഗത്തെ തിരഞ്ഞെടുത്തവനാണ്, ഞാൻ നന്മയെ തിരഞ്ഞെടുത്തവനാണ്, ഞാൻ വെളിച്ചത്തെ തിരഞ്ഞെടുത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ ദൈവം മനുഷ്യരെ സ്വതന്ത്രരായി വിട്ടിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവൻ, പുത്രനെ സ്വീകരിക്കുന്നവനും ജീവനെ തിരഞ്ഞെടുക്കുന്നവനുമാണ്. എന്നാൽ പുത്രനിൽ വിശ്വസിക്കാത്തവൻ ദൈവപുത്രനെ തിരസ്കരിക്കുന്നവനും മരണം തിരഞ്ഞെടുക്കുന്നവനുമാണ്. അതെ, ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യനെടുക്കുന്ന തീരുമാനമാണ് അവന്റെ ഭാവി ഭാഗതയം നിർണയിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ചിലത് പറയും സ്വർഗവും നരകവും എല്ലാം ഭൂമിയിലാണ്. ഭൂമിയാണ്, ഭൂമിയിൽ തന്നെ സ്വർഗം, ഇത് വിട്ടൊരു സ്വർഗമൊന്നുമില്ല. ഭൂമിയിൽ തന്നെയാണ് നരകം, ഇത് വിട്ടൊരു നരകമൊന്നുമില്ല. എല്ലാം ഇവിടെ തന്നെയാണ്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന നരകയാതനയാണ്. ഇനി ഇതിനപ്പുറത്തൊരു നരകമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല. സ്വർഗത്തിലെ കള്ളിഷാപ്പും സെൻട്രൽ ജയിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എല്ലാവരും പറയും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ അതുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഭൂമി എങ്ങനെ സ്വർഗമാകും? നരകത്തിലെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? എല്ലാവരും പറയും ഇല്ല. ഭൂമിയിൽ അതുണ്ടല്ലോ. അപ്പൊ ഭൂമി എങ്ങനെ നരകമാകും? അപ്പൊ ഭൂമി സ്വർഗവുമല്ല, ഭൂമി നരകവുമല്ല. തലയ്ക്ക് മീതെ സ്വർഗം, കാലിന് കീഴെ നരകം. ഈ ലോക ജീവിതയാത്രയിൽ ഒരു മനുഷ്യനെടുക്കുന്ന തീരുമാനമാണ് അവന്റെ നിത്യതയെ ഉറപ്പാക്കുന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതയാത്രയിൽ ഓ പ്രൈസലോ ജീവനായകനായ ആ യേശുവിനെ, ദൈവത്തിൻ്റെ പുത്രനെ, ക്രൂശിൽ എനിക്ക് വേണ്ടി ജീവനെ ബലിയായി തന്ന ആ ദൈവപുത്രനെ സ്വീകരിപ്പാൻ ദൈവം എനിക്ക് മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സന്തോഷമുള്ള കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവപുത്രനെ ഞങ്ങൾ വന്ദിക്കുന്നു, ദൈവപുത്രനെ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവപുത്രനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവവും കർത്താവുമായുള്ളവേ, അങ്ങേ രാത്രികാലം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് മാത്രം ഞങ്ങളുടെ കർത്താവ്, അവിടുന്ന് മാത്രം ഞങ്ങളുടെ ദൈവം.
എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവം തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി തന്നു, ആ പുത്രനിൽ വിശ്വസിപ്പാനും അവനെ സ്വീകരിപ്പാനും നിത്യജീവൻ പ്രാപിപ്പാനും ദൈവം എനിക്ക് മഹാഭാഗ്യം തന്നതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിത്യജീവൻ കിട്ടിയവരെല്ലാം കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ദൈവം തമ്പുരാനൊന്ന് കാണട്ടെ, പിശാചും കാണട്ടെ. നമുക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ പുത്രനെ സ്വീകരിച്ചവനാണ്, ഞാൻ ദൈവപുത്രനെ വിശ്വസിച്ചവനാണ്. അതേ എനിക്ക് ലഭിച്ചിരിക്കുന്ന ജീവൻ നിത്യജീവനാണ്. നിത്യനായ ദൈവത്തോടുകൂടെ നിത്യകാലം പുലരുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ജീവനാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് വിശ്വസിച്ചപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഈ നിത്യജീവനായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ ദാനമായി തന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുത്രനെ സ്വീകരിച്ചവനാണ് എല്ലാ അനുഗ്രഹങ്ങളും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സ്ഥലത്തൊരു ജന്മി ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന് ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ വൈഫ് ആദ്യം മരിച്ചു. പിന്നെ അദ്ദേഹത്തിന് ആകെ സ്നേഹം പങ്കിടുവാൻ ഈ ഏകജാതനായ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ധാരാളം സ്വത്തുക്കളുണ്ട്, അദ്ദേഹത്തിന് ധാരാളം തൊഴിലാളികളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അടുക്കള ജോലിക്ക് വേണ്ടി ഒരമ്മച്ചി വരും. ഈ മോന് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കും, ഈ മോൻ്റെ വസ്ത്രം കഴുകി കൊടുക്കും, അവനെ സ്കൂളിൽ കൊണ്ടുപോകും, അവനെ സ്കൂളിൽ നിന്ന് മടക്കി കൊണ്ടുവരും. ഈ വീട്ടമ്മയുടെ ജോലി അതാണ്. അതിനവൾക്ക് പാരിതോഷികം നൽകും, ശമ്പളം നൽകും. ആ ഭവനത്തോട് ബന്ധപ്പെട്ട് പല തൊഴിലാളികളുണ്ട്. അവർക്കെല്ലാം അവർ ചെയ്യുന്ന വേലയനുസരിച്ചുള്ള കൂലി കൊടുക്കുമായിരുന്നു. ഈ തൻ്റെ ഓമന മകനെ വളരെ ലാളിച്ച് അദ്ദേഹം വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. എന്നാൽ അവൻ്റെ ബാല്യപ്രായത്തിൽ അവൻ പെട്ടെന്ന് മരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ മുതലാളിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി താനും തൻ്റെ സ്വത്തുക്കളും തൻ്റെ തൊഴിലാളികളും ഈ വീട്ടിൽ ജോലിയെടുത്തിരുന്ന തള്ളയും മാത്രമേ ഉള്ളൂ. എല്ലാം തനിക്ക് നഷ്ടമായി. അങ്ങനെ താൻ വളരെ വേദനപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ മകൻ്റെ ഒരു ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അത് മനോഹരമായി ചില്ലിട്ട് തൻ്റെ വീടിൻ്റെ പ്രധാന ഭാഗത്ത് അത് വെച്ചിരുന്നു. തൻ്റെ മകനെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ അദ്ദേഹം ആ ഫോട്ടോയുടെ അടുക്കൽ ചെന്ന് വളരെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായി ചെന്ന് ആ മകൻ്റെ ചിത്രം കണ്ട് തൃപ്തിയടയുമായിരുന്നു. അദ്ദേഹത്തിന് പ്രായമായപ്പോൾ അതിന് മാത്രം പ്രായമായില്ല. എന്നാൽ അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ മരണശേഷം എൻ്റെ സ്വത്തുക്കൾക്ക് അവകാശികളില്ല, ആരും തന്നെ ഇല്ല. ആകെ അവകാശിയായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഓമന മകനാണ്, അവനും എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ സ്വത്തുക്കൾ എൻ്റെ കാലശേഷം എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു. ഏതായാലും എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ തൊഴിലാളികൾ വീതം വെച്ചെടുത്തോട്ടെ. അങ്ങനെ അദ്ദേഹത്തിന് താല്പര്യമായിട്ട് അദ്ദേഹം ഒരു മരണപത്രം എഴുതി. എൻ്റെ മരണശേഷം എൻ്റെ സ്വത്തുക്കളെല്ലാം ഈ എൻ്റെ തൊഴിലാളികൾക്കായിരിക്കും, അവർക്ക് അത് വീതം വെച്ചെടുക്കാവുന്നതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മകനെ വളർത്തിയതായ ആ സഹോദരി ഉണ്ടല്ലോ, ആ സഹോദരിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്നെടുക്കാവുന്നതാണ്. ആദ്യം അവൾക്കാണ് അതിനുള്ളതായ അനുവാദം, അധികാരം. എൻ്റെ സ്വത്തുക്കളിൽ അവൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് അവൾക്കെടുക്കാം. അവളെടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് തൊഴിലാളികൾക്കെല്ലാം പങ്കിട്ടെടുക്കാം എന്ന് വിൽപ്പത്രം എഴുതി വെച്ചു. അതിനുശേഷം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾക്കറിയാം, ഈ സഹോദരിക്കും അറിയാം ഇങ്ങനൊരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വന്നു മുതൽ പങ്കിടാൻ. ആദ്യം തള്ളയെ വിളിച്ചിട്ട് ചോദിച്ചു, തള്ളയ്ക്കാണ് ഫസ്റ്റ് ചാൻസ്, അതുകൊണ്ട് തള്ളയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കാമെന്നാണ് മുതലാളി എഴുതി വെച്ചിരിക്കുന്നത്. ഇതാ വിൽപ്പത്രം, തള്ള എടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയൂ, അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് തള്ളയ്ക്കാണ്, ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കാം. ആ തള്ള ഇങ്ങനെ ചിന്തിച്ചിട്ട് തള്ള ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന മുതലാളിയുടെ മോൻ്റെ ഫോട്ടോ മതി, വേറെ ഒന്നും വേണ്ട. ഞാനാണ് അവൻ്റെ അമ്മ മരിച്ച ശേഷം അവനെ വളർത്തിയത്, ഞാനാണ് അവനെ കുളിപ്പിച്ചത്, ഞാനാണ് അവനെ വസ്ത്രം ധരിപ്പിച്ചത്, ഞാനാണ് അവന് ചോറ് കൊടുത്തത്, ഞാനാണ് അവനെ സ്കൂളിൽ കൊണ്ടുപോയത്, ഞാനാണ് അവനെ സ്കൂളിൽ നിന്ന് മടക്കി കൊണ്ടുപോകുന്നത്, അവൻ വളർത്തിക്കൊണ്ടത് ഞാനാണ്. എനിക്കവൻ മകനെ പോലെയായിരുന്നു, അവന് ഞാൻ അമ്മയെ പോലെയായിരുന്നു, എനിക്ക് ആ കൊച്ചിൻ്റെ ഫോട്ടോ വേണം. അവർ പറഞ്ഞു, തള്ള ഫോട്ടോ ഇതാ. ആരാ വീട്ടിൽ നൂരി ഫോട്ടോ തള്ളയ്ക്ക് കൊടുത്തു.
തള്ള ആ ഫോട്ടോയിൽ ഉമ്മ വെച്ച് ആ ഫോട്ടോയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ബാക്കിയുള്ള മുതലെല്ലാം തൊഴിലാളികൾ പങ്കിട്ട് കൊടുത്തു. അവർ സന്തോഷത്തോടെ പിരിഞ്ഞു. അമ്മ നോക്കിയപ്പോൾ ഈ ഫോട്ടോ പഴയതായി, അത് മുഷിഞ്ഞു. അതുകൊണ്ട് ആ ഫോട്ടോ ഒന്നുകൂടെ ഫ്രെയിം ചെയ്യണമെന്ന് ആ തള്ള വിചാരിച്ചു. തള്ളയുടെ കയ്യിൽ വലിയ സ്വത്തൊന്നുമില്ല. പക്ഷേ ഫ്രെയിം ചെയ്യുന്ന ആളുടെ അടുക്കൽ തള്ള ഈ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഫോട്ടോ അഴിച്ച് എനിക്ക് നല്ല രീതിയിലൊന്ന് ഫ്രെയിം ചെയ്തു തരണം. എത്ര രൂപയാകും? ഇത്ര രൂപയാകും എന്ന് പറഞ്ഞു. ആ ഫോട്ടോ അവിടെ കൊടുത്തു. ആ ഫോട്ടോ ആ ചില്ലിടുന്നയാൾ തുറന്നപ്പോൾ ആ ഫോട്ടോയുടെ പിന്നിൽ ഉള്ളിലായിട്ട് ഒരു കടലാസ് മടക്കി വെച്ചിരിക്കുന്നു. ആ കടലാസ് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ മുതലാളിയുടെ രണ്ടാമത്തെ വിൽപത്രം. അത് പ്രത്യേകം നോക്കാൻ കാരണം അത് മുദ്രപ്പേപ്പറിലാണ് എഴുതി വച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വിൽപത്രം. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, എൻ്റെ മകൻ്റെ ഫോട്ടോ ആരെടുക്കുന്നുവോ ആ വ്യക്തിക്കുള്ളതാണ് എൻ്റെ എല്ലാ മുതലും. കടയുടമ തള്ളയെ വായിച്ച് കേൾപ്പിച്ചു. തള്ളയ്ക്ക് കോളടിച്ചു. ഭാഗ്യം. മുതലാളിയുടെ എല്ലാ മുതലും തള്ളയ്ക്കുള്ളതാണെന്ന് എഴുതി വച്ചിരിക്കുന്നത്. തള്ളയല്ല ഫോട്ടോ എടുത്ത്, തള്ളയുടെ കയ്യിലല്ല വിൽപത്രം, തള്ളയ്ക്കുള്ളതാണ്. തൊഴിലാളികൾ കൊണ്ടുപോയ സ്വത്തെല്ലാം തള്ളയ്ക്ക് തിരികെ കൊടുക്കണം. ഈ കാര്യം പ്രസിദ്ധം ചെയ്തു. തള്ള ഇതുകൊണ്ട് ഒരു വക്കീലിന്റെ കയ്യിൽ കൊടുത്തു. തൊഴിലാളികൾ പകുത്തെടുത്തു കൊണ്ടുപോയ ഫർണിച്ചറും അതുപോലെ തുടങ്ങി എല്ലാ മുതലും തള്ളയുടെ അടുക്കൽ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവരായി അവർ ഇറങ്ങിപ്പോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിതിൽ നിന്ന് ഒരാശയം പറയാം. ആർക്കാണ് ദൈവത്തിന്റെ സ്വത്തുക്കളെല്ലാം ലഭിക്കുന്നതെന്നറിയാവോ? അവന്റെ ഏകജാതനായ പുത്രനെ ആര് സ്വീകരിച്ചിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ദൈവത്തിന്റെ സർവ്വസമ്പത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് എത്ര പേർക്ക് പറയാൻ കഴിയും? എനിക്ക് ദൈവത്തിന്റെ പുത്രനെ മതി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേറെ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ പുത്രനെ മതി. അവനെ ഞാനത് ചുംബിക്കട്ടെ. അവനാണ് എന്റെ സ്നേഹപാത്രം. അവനേക്കാൾ ഉപരിയായി ഞാൻ ലോകത്തിൽ ഒന്നിനായും കാണുന്നില്ല. ശൂലമിയോട് യെരൂശലേം പുത്രിമാർ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ശൂലമി നാവെടുത്ത് സംസാരിച്ചു, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ ഭാര്യയേക്കാൾ യേശു എനിക്ക് ശ്രേഷ്ഠൻ, എന്റെ ഭർത്താവിനേക്കാൾ യേശു എനിക്ക് ശ്രേഷ്ഠൻ, എന്റെ ഉദ്യോഗത്തെക്കാൾ യേശു എനിക്ക് ശ്രേഷ്ഠൻ, എന്റെ സൗന്ദര്യത്തെക്കാൾ യേശു എനിക്ക് ശ്രേഷ്ഠൻ, എന്റെ സമ്പത്തിനേക്കാൾ യേശു എനിക്ക് ശ്രേഷ്ഠൻ, എന്റെ ജീവനേക്കാൾ യേശു എനിക്ക് ശ്രേഷ്ഠൻ, എനിക്ക് എല്ലാറ്റിലും ശ്രേഷ്ഠൻ എന്റെ യേശുവാണ്. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ തന്നതാണ്. രണ്ടാമത്തെ ദാനം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. രണ്ടാമത് ദൈവത്തിൻ്റെ ദാനം രക്ഷയാണ്. രക്ഷ അർത്ഥം ശിക്ഷയിൽ നിന്ന് വിടുതൽ. എന്താ ശിക്ഷ? നിത്യമായ നരകം. ആർക്കാ? എല്ലാ മനുഷ്യർക്കും അതിൽ നിന്ന് വിടുതൽ കിട്ടുന്നതാണ് രക്ഷ. ഈ രക്ഷ എന്ന് പറഞ്ഞാൽ രോഗം മാറുന്ന രക്ഷയാണ്, അപകടത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന രക്ഷയാണ്, പൈശാചിക ബാധയിൽ നിന്ന് വിടുതൽ കിട്ടുന്ന രക്ഷയാണ്, ആക്സിഡന്റിൽ നിന്ന് വിടുതൽ കിട്ടുന്ന രക്ഷയാണ്. അതൊക്കെ രക്ഷയാണ്. പക്ഷേ എത്ര മരണത്തിൽ നിന്ന് ഒരുവൻ രക്ഷപ്പെട്ടാലും ഒരിക്കൽ അവൻ മരണത്തിന് വിധേയപ്പെടേണ്ടി വരും. എന്നാൽ മരണാനന്തരമുള്ളതായ ആ നിത്യനരകത്തിൽ നിന്ന് വിടുതൽ, അതാണ് രക്ഷ. അതാണ് യഥാർത്ഥ രക്ഷ. രോഗശാന്തി കിട്ടുന്നത് രക്ഷയാണ്. പക്ഷേ വീണ്ടും രോഗം വരാം. എന്നാൽ അതിനേക്കാൾ വലിയ രക്ഷയാണ് പാപമോചനമാകുന്ന രക്ഷ. സ്തോത്രം. യേശു ലോകത്തിൽ വന്നപ്പോൾ അനേകർ അപ്പം തിന്നു.
അനേക കുരുടന്മാരുടെ കണ്ണ് തുറന്നു, അനേക ചെകിടന്മാരുടെ ചെവി തുറന്നു, അനേക മുടന്തരെ നടക്കുമാറാക്കി, അനേകർക്ക് വിടുതല കിട്ടി. പക്ഷേ മാളിക മുറിയിൽ ഇരിക്കാൻ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് രക്ഷ പ്രാപിച്ചവർ. അപ്പം തിന്നാൻ സ്ത്രീകളും പൈതങ്ങളും ഒഴികെ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷപ്പോൾ 5000 സഹോദരിമാരും കാണും. ഇന്നത്തെ രീതിയിലാണ് 5000 കൂടുതലുണ്ട്. 2000 കുട്ടികളും കാണുമെന്ന് വിചാരിച്ചു. 12000 പേരെങ്കിലും കാണും. എന്നിട്ട് അത് തിന്നിട്ട് 12 കൊട്ട അപ്പം നിറച്ചെടുത്തു. 5000 പേരെവിടെ പോയി? മാളിക മുറിയിൽ ഇരിക്കാൻ 5000 പേരില്ല. വരാഞ്ഞ നന്നായിരിക്കാൻ സ്ഥലവും ഇല്ല. ദൈവം നിയമിക്കാതെ വിളിക്കാതെ ആരും ഈ പാതയിലേക്ക് വരത്തില്ല. ലോകം മുഴുവൻ ഓടി നടന്ന് നമ്മൾ സുവിശേഷം അറിയിച്ചാലും ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ടവർ മാത്രമേ വിശ്വാസത്തിൽ വരൂ. ഏശാവിനെ ദൈവം ദ്വേഷിച്ച് യാക്കോബിനെ ദൈവം സ്നേഹിച്ച് തിരഞ്ഞെടുത്തു. യാക്കോബായത്, യാക്കോബ് ഇസ്രായേലായത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. നാമായത് ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം കടത്താതെ ആർക്കും ചെങ്കടൽ കടക്കാൻ കഴിയില്ല. ദൈവം കടത്താതെ കടക്കാൻ നോക്കിയൊരു മുങ്ങിപ്പോയി. എന്നാൽ ദൈവം കടത്തിയവർ ചെങ്കടൽ കടന്നു. ചെങ്കടൽ സ്നാനത്തിന് നിഴലാണ്. അതെ, ദൈവം അനുവദിക്കാതെ ആരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കത്തില്ല. സ്നാനക്കടവിൻ്റെ അടുക്ക് വന്ന് വേറെ ആളുടെ സ്നാനം കണ്ടുപോയാലും ദൈവം അനുവദിക്കാതെ ആർക്കും മുങ്ങാനൊക്കത്തില്ല. നമുക്ക് മുങ്ങാൻ കഴിഞ്ഞത് ദൈവം നമ്മെ അനുവദിച്ചത് കൊണ്ടാണ്. സ്തോത്രം. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം മുതൽ പെട്ടെന്നൊന്ന് വായിച്ചേ. ലൂക്കോസ് 2:29. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനം. യേശു മനുഷ്യനായി പിറന്ന ശേഷം, അവൻ ദൈവമാണ്, മനുഷ്യനായി പിറന്നതാണ്. പിറന്ന ശേഷം 40 ദിവസമായി. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയയും യേശുവിൻ്റെ വളർത്തുപിതാവായ യോസേഫും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം മറിയയുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ, മറിയ അമലോത്ഭവയൊന്നും അല്ല, ശുദ്ധീകരണം പ്രാപിക്കേണ്ടവളാ. ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ 2 പ്രാവിനെയും കൊണ്ട് ദൈവാലയത്തിലേക്ക് ചെന്നു. അന്നത്തെ മഹാപുരോഹിതൻ ശിമ്യോനാണ്. ശിമ്യോൻ പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. ഈ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. 40 ദിവസം പ്രായമുള്ള യേശു കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ശിമ്യോൻ പറയാണ്, ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ ആരാ ദൈവത്തിന്റെ രക്ഷ കണ്ടവർ? യേശുവിനെ കണ്ടവരാണ്. രക്ഷാനായകൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ കയ്യിലെടുത്തിട്ട് ശിമ്യോൻ പറയാണ്, നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ. അപ്പൊ രക്ഷ ആരുടെയാ? ദൈവത്തിൻ്റെയാ, നമുക്ക് ദാനമായി തന്നതാണ്. നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ, അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ മരിക്കാന്ന്. യേശുവിനെ കണ്ട എത്ര പേരുണ്ട്? സ്തോത്രം. ഞാൻ ആരാധിക്കുന്നത് ഫോട്ടോയിൽ കാണുന്ന യേശുവിൻ്റെ രൂപമല്ല, ഈ ബൈബിൾ വായിച്ചപ്പോൾ തെളിഞ്ഞു കിട്ടിയ രൂപമാണ്. ആമേൻ. വിശുദ്ധ പൗലോസ് ഗലാത്യരോട് പറയുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അതുകൊണ്ട് സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരാൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ റൂഹ ആ സുവിശേഷ കേൾവിക്കാരൻ്റെ ഹൃദയമാകുന്ന മാംസഭിത്തിമേൽ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ഒരു രൂപം വരച്ചു കൊടുക്കും. അങ്ങനെ വരച്ച അകത്ത് കിട്ടിയ നമുക്ക് മനുഷ്യൻ വരച്ച പടം വേണ്ടാന്ന്. നമ്മൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കണ്ണടയ്ക്കുമ്പോൾ ആ പരിശുദ്ധ റൂഹ നമ്മുടെ ഹൃദയത്തിൽ വരച്ച് എന്ന ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ രൂപം തെളിഞ്ഞു വരും. ആ രൂപം കണ്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. അല്ലാതെ അമ്മച്ചിയുടെ ലോക്കറ്റിൽ കിടക്കുന്ന യേശു അല്ല. അമ്മച്ചി കുരിഞ്ഞത് പാത്രം കഴിയുമ്പോൾ ലോക്കറ്റിൽ കിടക്കുന്ന യേശു കൊച്ച് ഇങ്ങനെ തൊട്ടി കിടന്ന് ആടുന്നോണം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. യേശു ഇങ്ങനെ കിടന്ന് ആടുക. ചില സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യേശു മാറാമ്പല കെട്ടി നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് പെരുന്നാൾ സമയത്തൊന്ന് പെയിൻ്റ് അടിക്കും. അപ്പോൾ യേശു ഒന്ന് വൃത്തിയാകും. യേശുവിന് തലയ്ക്ക് മീതെ മിന്നൽ രക്ഷാചാലകൻ കാന്തം ഇടിവെട്ടേൽക്കാതെ. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇടിവെട്ടേൽക്കാതെ നിശ്ചലമായി നിൽക്കുന്ന യേശുവല്ല, ഇടിവെട്ടിക്കുന്ന യേശുവാണ്. കാക കയ്യെ വന്നിരുന്ന് കാട്ടിച്ചാൽ പോലും തൂത്ത് കളയാൻ കഴിയാത്ത യേശുവിനെ ആർക്ക് വേണം? ആമേൻ.
എന്നാൽ സർവ്വത്തെ സൃഷ്ടിച്ച യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞേ, നിന്റെ ആഭരണമൊക്കെ ഊരി ഇന്ന് രാത്രി നീ ഒന്ന് സ്നാനപ്പെടാൻ തീരുമാനിക്കാമോ? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? 25 പവൻ്റെ ആഭരണം ഉണ്ടായിരുന്ന ശോശാമ സഹോദരി മാനസാന്തരപ്പെടാൻ വേണ്ടി ഉപദേശിമാർ പലരും വീട് കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞു. എന്നിട്ടും മാനസാന്തരപ്പെടത്തില്ല. ആ വീടിൻ്റെ അടുത്ത് നമ്മുടെ വിശ്വാസിക്ക് ഒരു വീടുണ്ടെന്നിരിക്കട്ടെ, ആ മുറ്റത്തൊരു യോഗം ക്രമീകരിച്ച് നോട്ടീസൊക്കെ അടിച്ച് എല്ലാവരെയും ക്ഷണിച്ച കൂട്ടത്തിൽ ശോശാമ സഹോദരിയുടെ വീട്ടിലും കയറി ക്ഷണിച്ചു. യോഗത്തിന് വരണമെന്ന് ശോശാമ സഹോദരി വന്നില്ല. എങ്കിലും വീട്ടിലിരുന്ന് സുവിശേഷം കേട്ടു. സുവിശേഷത്തോടൊക്കെ വലിയ ഇഷ്ടമാണ്. വന്നാൽ ഭർത്താവ് ഇടിക്കും. അതുകൊണ്ട് ശോശാമ സഹോദരി വരാതെ വീട്ടിലിരുന്ന് കേട്ടു. മാനസാന്തരത്തെക്കുറിച്ച് കേട്ടു, രക്ഷയെക്കുറിച്ച് കേട്ടു, സ്നാനത്തെക്കുറിച്ച് കേട്ടു, ആഭരണം ഊരണമെന്ന് കേട്ടു, സിനിമ കാണരുതെന്ന് കേട്ടു, എല്ലാം കേട്ടു. എന്നാൽ ശോശാമ മാനസാന്തരപ്പെട്ടില്ല. യോഗം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത കേട്ടു, നമ്മുടെ ശോശാമ സഹോദരി 56 വയസ്സ് മരിച്ചുപോയി. ശോശാമ സഹോദരിയെ മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്. ശോശാമ സഹോദരിക്ക് മറ്റുള്ളവരെ സ്നേഹമാണ്. ശോശാമയുടെ ശവം കാണുവാൻ വേണ്ടി ആളുകൾ ചെന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ശോശാമ സഹോദരിയുടെ മൃതദേഹം ഒരു പ്രത്യേക മോറിയിലേക്ക് കൊണ്ടുപോയിട്ട് ശോശാമ സഹോദരിയുടെ ബന്ധുമിത്രാദികളായ സഹോദരിമാരും അയൽപക്കത്തെ ചില സ്ത്രീകളും കൂടെ ആ കാതിലെ ഊരി, ആ കഴുത്തിലെ ഊരി, ആ വിരലേല ഊരി, ആ പാദസ്വര ഊരി, മൂക്കുത്തി വരെ ഉണ്ടായിരുന്നു, മൂക്കുത്തി ഊരി. ഒരു മോതിരം ഊരാൻ കിട്ടുന്നില്ല. പറഞ്ഞു സോപ്പ് കൊണ്ടുപോവുക, സോപ്പിട്ട് പിടിച്ചിട്ടും കിട്ടുന്നില്ല. എണ്ണ കൊണ്ടുപോവുക, എണ്ണയിട്ട് പിടിച്ചിട്ടും കിട്ടുന്നില്ല. അന്ന് അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉടമസ്ഥൻ വന്നിട്ട് പറഞ്ഞു, അവിടെ കിടക്കണ്ട, എൻ്റെ കയ്യിൽ കട്ടറുണ്ട്, ഞാൻ മുറിക്കാം. അങ്ങനെ മോതിരം മുറിച്ചെടുത്ത് ഒറിജിനൽ പെന്തക്കോസുകാരിയാക്കി പെട്ടിക്കകത്ത് വെച്ചു. പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു വെള്ള സാരി കൊണ്ടുവരണമെന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരാൾ പറയാം, ഒരു വെള്ള സാരി കൊണ്ടുവരണം. അപ്പോൾ ഒരാൾ സാരി തപ്പാൻ പോയി. ശോശാമ സഹോദരിക്ക് എത്ര സാരി ഉണ്ടെന്ന് ചോദിച്ചു. 175 സാരിയുണ്ട്. വെള്ള വെല്ലം ഉണ്ടോ? ഒരു വെള്ളയില്ല, എല്ലാം കളറാ. അപ്പോൾ ആൾ പറഞ്ഞു, മനസ്സാന്തരപ്പെടാത്ത അയൽവക്കക്കാരൻ പറയാ, വെള്ള തന്നെ വേണം, ഇപ്പോൾ ഒരു 176ാമത്തെ വെള്ള കൊണ്ടുവരണം. പെട്ടെന്ന് ഒരുത്തൻ ബൈക്കിൽ കയറി ഒരു ചവിട്ട് കൊടുത്ത് അടുത്ത ജൗളിക്കടയിട്ട് പോയി 176ാമത്തെ വെള്ളം കൊണ്ടുവന്നു. വെള്ളം കൊണ്ടുവന്ന് പുതപ്പിച്ചു. എന്നിട്ട് എല്ലാവരും ചേർന്ന് പാടാ, സമയാമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു, അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. ആകയാൽ പാമേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും. അപ്പോൾ സമയാമാരത്തിൽ സ്വർഗയാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പോകണം എന്നാണ് നാട്ടുകാർ പാടുന്നത്. എല്ലാവർക്കറിയാം ഇങ്ങനെ പോകണം. വല്ലവരും ഊരി വെള്ള പുതപ്പിക്കണേക്കാളും മുമ്പ് നീ ഊരി സ്നാനപ്പെട്ട് ഒരു വെള്ള ഉടുത്ത് വന്ന് കർത്തൃമേശ എടുത്താൽ സ്വർഗത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇതെല്ലാം ഊരി പെന്തക്കോസുകാരി ആക്കിയേ പെട്ടിക്കകത്ത് വയ്ക്കുള്ളൂ. വല്ലവരും പെന്തക്കോസുകാരി ആക്കണേക്കാളും മുമ്പ് സ്വയം ആകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പെന്തക്കോസ് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒറിജിനൽ പെന്തക്കോസ്. പാട്ടും പാടി പ്രാർത്ഥിച്ച് പൂസിച്ച് കർത്താവിന് വേണ്ടി പണവും കൊടുത്ത് ഉപദേശിമാർക്ക് ചായയും ചോറും കൊടുത്ത് നരകത്തിൽ പോണേക്കാൻ നല്ലത് സിനിമ കണ്ട് നരകത്തിൽ പോണതാണ്. പാട്ട് പാടി പ്രാർത്ഥിച്ച് എല്ലാവരും സ്വർഗത്തിലെത്തണം. അതിന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ദൈവത്തിൻ്റെ ബൈബിളാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഒരുങ്ങിയിരിക്കുക, കർത്താവ് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? അതെ, എന്നെ യേശു വിളിക്കാൻ ഞാനിങ്ങനെ കാത്തിരിക്കുക. എപ്പോൾ വിളിച്ചാൽ ഞാൻ റെഡിയാണ്. കർത്താവ് എന്നെ വിളിച്ചാൽ മതി, വിളിച്ച റെഡിയാണ്. ഞാൻ കർത്താവിന് മടിയിലേക്ക് പോകുവാൻ ഇങ്ങനെ ആവലോടെ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ ചെല്ലുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് യേശുവിനെ വിളിച്ചാൽ ഞാൻ യേശുവിൻ്റെ വടിയിലേക്ക് പോകും. ആ ഉറപ്പുള്ള എത്ര പേരുണ്ട്? കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഭവത്തിലേക്ക് വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഇവിടെ നിന്ന് തീരുമാനിക്കാതെ, ദൈവം എനിക്കൊരു ആയുസ് തരുമെങ്കിൽ അതെ, ഞാൻ ഈ യേശുവിന് വേണ്ടി തന്നെ യഥാർത്ഥ ഒരു ദൈവ പൈതലായി ജീവിക്കുമെന്ന് തീരുമാനിക്കുക. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ വകയാണ്, ദൈവദാനമായി തരികയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. സ്വർഗത്തിൽ ചെന്ന് ആരും പറയരുത് ഞാൻ എൻ്റെ മിടുക്ക് കൊണ്ട് സ്വർഗത്തിലെത്തിയതാണ്. എല്ലാവരും പറയണം ഞാൻ കൃപയാൽ വന്നതാണ്, ഞാൻ ഒന്നും ചെയ്തില്ല, ദൈവം മാത്രമാണ് എല്ലാം ചെയ്തത്, ഞാൻ കൃപയാൽ വിശ്വാസത്താൽ ഇങ്ങ് വന്നതാ, ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുവാൻ ദൈവം പ്രവർത്തികൾ ആവശ്യപ്പെടുന്നില്ല.
യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം കൂടെ വായിച്ച് അതിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് പെട്ടെന്ന് നമുക്ക് ശീഘ്രം അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. യെശയ്യാവ് 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. യെശയ്യാവ് പറയാണ്, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അടുത്തത്, മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവനെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. ആമേൻ. ഇവിടെ ഉപമിക്കുകയാണ്. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെ അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു. അതുകൊണ്ട് ദൈവമക്കൾക്ക് ദൈവത്താൽ ധരിപ്പിക്കപ്പെട്ടൊരു വസ്ത്രമുണ്ട്, അതാണ് രക്ഷാവസ്ത്രം. അതുകൊണ്ട് ഈ ലോക ആഭരണമൊന്നും നമുക്ക് വേണ്ട. നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം നമ്മെ അണിയിച്ചതാണ് നീതി എന്ന അങ്കി, അഥവാ രക്ഷയുടെ വസ്ത്രം. അതുകൊണ്ട് യെശയ്യാവ് പറയാണ്, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. നമ്മുടെ സന്തോഷത്തിന്റെ കാരണം എന്ത്? അത് രക്ഷയുടെ പുതുപുത്തൻ സന്തോഷമാണ്. സ്തോത്രം, സ്തോത്രം. ഏദൻ തോട്ടത്തിൽ ആദാമുമാർ പാപം ചെയ്ത് വസ്ത്രവിഹീനരായി തീർന്നപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടപ്പോൾ അവർ ഓടിപ്പോയി ആദിമോർ പാപം ചെയ്ത് അവരുടെ തേജസ്സിൻ്റെ അങ്കി നഷ്ടപ്പെട്ടപ്പോൾ, പാപത്താൽ തേജസ്സിൻ്റെ അങ്കി നഷ്ടപ്പെട്ടപ്പോൾ അവർ പോയി അത്തീല കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. വെയിലറിയപ്പോൾ തോട്ടത്തിൽ ദൈവം നടക്കുന്ന ഒച്ച കേട്ടപ്പോൾ അവർ ഒളിച്ചിരുന്നു. സാറ്റുകളി. ആദാം ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലും ഹവ്വ വേറൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലും ഒളിച്ചു. ദൈവം വന്ന് അവരെ വിളിച്ചു, മനുഷ്യ നീ എവിടെ? ആദാം ഇറങ്ങി വന്നു. നീ എന്തുകൊണ്ടാ ഒളിച്ചിരുന്നേ? ഞാൻ നിന്നോട് തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്നോ? അവൻ പറഞ്ഞു, എന്നോട് കൂടെ ഇരിപ്പാൻ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു. ഫുട്ബോൾ അവളുടെ മുമ്പിലേക്ക് അടിച്ചു കൊടുത്തു. സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് അങ്ങനെ ചെയ്തത്? പാമ്പെന്നെ ചതിച്ചു, വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി. അവൾ ഫുട്ബോൾ പാമ്പിൻ്റെ മുമ്പിലേക്ക് അടിച്ചു കൊടുത്തു. കുറ്റം സമ്മതിക്കത്തില്ല. അവരുണ്ടാക്കിയ വസ്ത്രം കൊണ്ട് അവർക്ക് തേജോമയനായ ദൈവത്തിൻ്റെ മുൻപിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല. അവർ ഉണ്ടാക്കിയ വസ്ത്രം വാടിപ്പോയി, അതുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അവരുണ്ടാക്കിയ വസ്ത്രത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്നുമില്ല, ആദാമുമാരുടെ പ്രവൃത്തി മാത്രമാണുള്ളത്. എന്നാൽ ദൈവം ആ തോട്ടത്തിൽ വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നൽകി, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പരമയാഗത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകി. ഓ ഹല്ലേലൂയ! അതിന് നിഴലായി ഒരു മൃഗത്തെ അവിടെ അറുത്ത്, പ്രൈസ് ദി ലോർഡ്, ആ മൃഗത്തിൻ്റെ രക്തത്താൽ, അർത്ഥാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ രക്തത്താൽ പാപക്ഷമ കൊടുത്തിട്ട് അതിന് തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ആ തോലുടുപ്പിൽ മനുഷ്യന്റെ പ്രവൃത്തി ഒന്നുമില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ആ തോലുടുപ്പ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന രക്ഷാവസ്ത്രത്തിന് നിഴലാണ്, നീതിയുടെ അങ്കിക്ക് നിഴലാണ്. അതെ, യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ ബലിമരണത്താൽ നെയ്തെടുത്തതാണ് രക്ഷ എന്ന വസ്ത്രം. അതിനകത്ത് മനുഷ്യന്റെ പ്രവൃത്തികളൊന്നുമില്ല, മനുഷ്യന്റെ നീതി പ്രവൃത്തികളല്ല, ദൈവം മുൻപാകെ കറ പിരണ്ട തുണി പോലെയാണ്. എന്ന വിശ്വാസത്താൽ പാപിയെ ദൈവം നീതിയുടെ അങ്കി രക്ഷാവസ്ത്രം ഇടിയിക്കുന്നു. ഇതിൻ്റെ തുണി എവിടെയാണെന്നറിയാവോ? സ്വർഗീയ ഫാബ്രിക്സ്. ഇത് തയ്ച്ച ടൈലേഴ്സ്, കാൽവറി ടൈലർ യേശുദമ്പുരാൻ ഇത് നെയ്തെടുത്തപ്പോൾ അവൻ്റെ കൈകാലുകൾ മുറിഞ്ഞു. ആമേൻ. ഇത് റെഡിമെയ്ഡാണ്. ഏതു പ്രായക്കാരൻ വിശ്വസിച്ചാലും പ്രായത്തിനൊത്ത വസ്ത്രം ധരിപ്പിക്കും. റെഡിമെയ്ഡാണ്. ഇത് അപ്പോൾ തുന്നുകയല്ല. 1900 വർഷങ്ങളായി ഇത് തുന്നി വെച്ചിരിക്കുക, വിശ്വസിക്കുന്നവനെ ഇത് അണിയിക്കാൻ വേണ്ടി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രം ദൈവം തന്റെ ഓമന കരങ്ങൾ കൊണ്ട് വിശ്വാസിയെ ധരിപ്പിക്കുന്ന രക്ഷാവസ്ത്രം നീതിയിലാങ്കി ദാനമായി കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത മകൾ കുട്ടിയായിരിക്കുന്ന കാലത്ത് ഞങ്ങളൊരു വീട്ടിൽ ചെന്നു. ഞാനും എൻ്റെ വൈഫും മൂത്ത മകളും കൂടി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിലെ അമ്മച്ചി ഒരു പുത്തൻ ഉടുപ്പ് എൻ്റെ കൊച്ചിനെ ധരിപ്പിച്ചു. അപ്പം ഞാൻ നോക്കി ആ കൊച്ചെന്താ ചെയ്യണമെന്ന്. അന്ന് അവൾ ചെറിയ കുട്ടിയായിരുന്നു. അവൾ ആ മൊസൈക്ക് തറയിൽ നിന്ന് ഒരു 2 ചാട്ടം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും ചാടാൻ തുടങ്ങിയത് ഈ വസ്ത്രം കിട്ടിയപ്പോൾ മുതലാ. ഏത് വസ്ത്രം? രക്ഷാവസ്ത്രം. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആരും അടങ്ങിയിരിക്കരുത്, ചാടി ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്നവർ 2 പോസ്റ്റിനുള്ളിൽ കൂടെ ഒരു ഫുട്ബോൾ കടന്നു പോകുമ്പോൾ ഫുട്ബോൾ കളി കണ്ടവൻ ചാടുന്നെങ്കിൽ, ഓ യേശു തമ്പുരാൻ ഹൃദയത്തിൽ വന്നാൽ എങ്ങനെ ചാടാതിരിക്കും കുഞ്ഞെ നീ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
പന്ത് കളി കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഉന്മേഷത്താൽ അടുത്തിരിക്കുന്നവനോട് തൊഴിക്കുന്നു, അടുത്തിരിക്കുന്നവന്റെ പുറത്ത് അടിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗീയ സന്തോഷം വന്നാൽ നാം കൈ തന്നെ രണ്ട് കൈയും കൊട്ടി ദൈവത്തെ ആരാധിക്കും. അനുഭവം വേണം, അനുഭവം. ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. ആമേൻ. പെന്തക്കോസ്തുകാരന്റെ മകനായാൽ ദൈവത്തിന്റെ മകനാകത്തില്ല. പിന്നെയോ വീണ്ടും ജനിക്കണം. കൊച്ചുമക്കൾക്കൊന്നും ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന് മക്കളായവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ പെന്തക്കോസ്തിലെ കൊച്ചുമോനല്ല, ഞാൻ ദൈവത്തിന് നേരിട്ടുള്ള മകനാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അടുത്തത് 2 വാക്യങ്ങൾ കൂടെ വായിച്ച് നമുക്ക് ചിന്ത അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം മുതൽ പെട്ടെന്നൊന്ന് വായിച്ച് അതിശീഘ്രം. അപ്പോസ്തല പ്രവൃത്തി 10:44. വളരെ സ്പീഡിൽ വായിച്ചാണ്. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും, ശ്രദ്ധിക്കണേ, അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം. എന്താണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കൊർന്നല്യോസിന്റെ വീട്ടുകാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന്. അത് ദൈവത്തിന്റെ ദാനമാണെന്ന്. ആത്മദാനം. അതിന്റെ അടയാളം എന്തെന്നറിയാവോ? അന്യഭാഷ. സ്തോത്രം, സ്തോത്രം. ചില ആളുകൾ പറയും അന്യഭാഷ നിന്നുപോയി, അന്യഭാഷ നിന്നുപോയി. പെന്തക്കോസ്തുകാരുടെ അന്യഭാഷ മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ അല്ല, നിന്നുപോയി. എന്റെ ചോദ്യം, സ്നേഹിത, നിന്നുപോയോ? നിന്നുപോയി. എന്നാ നിന്നേന്ന് പറ. എന്നാ നിന്നെ? ഒരു മനുഷ്യന് ജനനത്തീയതി ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യന് മരണത്തീയതി ഉണ്ടെങ്കിൽ ജനനത്തീയതി ഉണ്ടായിരിക്കും. ജനനത്തീയതി ഉണ്ടെങ്കിൽ മരണത്തീയതി ഉണ്ടാവും. സ്വത്രം. ജനിച്ചിട്ട് മരിക്കാത്ത 2 പേരേ ഉള്ളൂ. ഒന്ന് ഹാനോക്കും ഒന്ന് ഏലിയാവുമാണ്. ബാക്കി എല്ലാവരും മരിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജനനത്തീയതി ഉണ്ടെങ്കിൽ മരണത്തീയതി ഉണ്ടാകും. സ്വത്രം. ഇത് തുടങ്ങിയതിനൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഇത് നിന്നതിനൊരു ഡേറ്റ് ഉണ്ടാകും. നിന്നെന്ന് പറയുന്ന സ്നേഹിത, എന്നാ നിന്നേന്ന് പറ. തുടങ്ങിയത് ഞാൻ പറയാം എന്നാന്ന്. യേശുവിൻ്റെ ഹോശന്ന ഞായറാഴ്ച, അല്ലെങ്കിൽ യേശു കഴുതക്കുട്ടിമേൽ കയറി യെരുശലേമിലേക്ക് ചെന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് AD 31 ഏപ്രിൽ 4. യേശുക്രിസ്തുവിൻ്റെ കാലത്തെ ഹോശന്ന ഞായറാഴ്ചയായിട്ട് കണക്കാക്കി വെച്ചിരിക്കുന്നത് AD 31 ഏപ്രിൽ 4. അങ്ങനെയെങ്കിൽ തിങ്കൾ 5, ചൊവ്വ 6, ബുധൻ 7, വ്യാഴം 8, വെള്ളി 9. ഏപ്രിൽ 9 യേശു ക്രൂശിൽ മരിച്ചു. 11-ാം തീയതി ഞായറാഴ്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പൊ AD 31 ഏപ്രിൽ മാസം 11-ാം തീയതി യേശു ഉയർത്തെങ്കിൽ അതിന് 50-ാം ദിവസമാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്. 120 പേരുടെ മേൽ വന്നത്. അതാണ് അതിന്റെ ഡേറ്റ്. എങ്കിൽ നിന്ന ഡേറ്റ് പറയേ. ഞാൻ ജനനത്തീയതിയാണ് പറഞ്ഞേ, മരണത്തീയതി പറ. മരിച്ചെങ്കിൽ തീയതി പറ. സ്വത്രം. തീയതി എനിക്ക് അറിഞ്ഞുകൂടാന്ന്. എന്നാ മരിച്ചൊന്ന് മിണ്ടിപ്പോകരുത്. പിന്നെ നിന്നോട് ആര് പറഞ്ഞു മരിച്ചെന്ന്? നിന്നെന്ന് ആര് പറഞ്ഞു? തീയതി അറിയത്തില്ലെങ്കിൽ ആര് പറഞ്ഞു നിന്നെന്ന്? വേദപുസ്തകം എഴുതി തീർന്നപ്പോ നിന്നെന്ന് എഴുതി തീർന്നപ്പോ എല്ലാവരുടെയും കയ്യിൽ ബൈബിള് കിട്ടിയോ? ഇല്ല. അപ്പൊ ഇത് വേണല്ലോ. ഇന്ന് ലോകത്തിൽ എല്ലാവരുടെയും കയ്യിൽ സ്വഭാഷ ബൈബിൾ ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഇത് വേണല്ലോ. സ്വത്രം. ഇത് നിൽക്കുന്ന ഒരു തീയതിയുണ്ട്. അത് കാഹളം ധ്വനിക്കുന്ന ദിവസമാണ്. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അതെ, ഇന്ന് രാത്രി കർത്താവിൻ്റെ വാനമേഘത്തിലെ വരവ് കാഹളം ധ്വനിച്ചാൽ പരിശുദ്ധാത്മാവ് സഭയെയും കൊണ്ട് ഇവിടുന്ന് ഉൽപ്രാപണം ചെയ്യും.
ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടി എന്നുള്ളെങ്കിൽ അതിനൊരു അടയാളമുണ്ട്. അത് അന്യഭാഷകളിൽ സംസാരിക്കുക. ഓ, നമ്മൾ പറയുന്ന അന്യഭാഷ ബൈബിളിൻ്റെ അകത്തുള്ളതാണ്, പുറത്തുള്ളതല്ല. കുഞ്ഞേ, നീ പ്രാപിച്ച ആത്മാവ് ഭൂതമാണോ ദൈവമാണോ എന്ന് നിനക്ക് സംശയമുണ്ടെങ്കിൽ സംശയം മാറിയിട്ട് നീ മറുഭാഷ പറഞ്ഞാൽ മതി. എന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ പ്രാപിച്ച ആത്മാവ് ദൈവത്തിൻ്റെ ആണെന്ന്. അതുകൊണ്ട് ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ മറുഭാഷ പറയും. ഞാൻ സ്നാനപ്പെട്ടതിൻ്റെ പിറ്റേ ഞായറാഴ്ച, പ്രൈസ് ദി ലോർഡ്, എൻ്റെ 21-ാം വയസ്സിൻ്റെ 1-ാം ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും മനുഷ്യരായി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ആത്മാവ് എൻ്റെ മേൽ വന്നു. അന്ന് ഞാൻ മറുഭാഷ പറയാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെ പറഞ്ഞു. എല്ലാം പറയാം, നീ പറയുന്ന അന്യഭാഷ എനിക്ക് തിരിയുന്നില്ല. നിനക്ക് എത്ര ഭാഷ അറിയാം? പറ, എത്ര ഭാഷ നിനക്കറിയാം? ലോകത്തിൽ ഏകദേശം 7000 ഭാഷയുണ്ട്. നിനക്ക് എത്ര ഭാഷ അറിയാം? മലയാളം പോലും ശരിക്കും അറിയാത്ത സ്നേഹിത മിണ്ടാതിരുന്നോളാം മേലാൽ. സ്തോത്രം. നീ 50 ഭാഷ പഠിച്ചാലും ഞാൻ പറയുന്നത് 51-ാമത്തെയാന്ന് ഗ്രഹിച്ചു. പൗലോസ് പറയുമ്പോൾ ദൂതന്മാരുടെ ഭാഷകളിൽ വരെ സംസാരിക്കാം. അതുകൊണ്ട് അന്യഭാഷ കിട്ടിയവരെ ഉറപ്പോടെ മറുഭാഷ പറയേ. ധൈര്യമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി, പേടിയുള്ള ആരും പറയണ്ട. സ്തോത്രം, 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 സ്തോത്രം. പെന്തക്കോസ്ത് സഭയുടെ വളർച്ചയുടെ വിഷയം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ നമ്മൾ അങ്ങ് സമർപ്പിച്ചേക്കാണ്. നമ്മൾ പിടിക്കുന്നില്ല, ചരട കയറി പിടിക്കുന്നില്ല, അങ്ങ് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് സഭ പണിതുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ആത്മാവിനാൽ പണിയാണ് കർത്താവ്. ആത്മാവിനാൽ തൻ്റെ സഭ പണിയാണ്. അതെ, ദൈവം തൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ സഭ പണിയാണ്. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. അന്യഭാഷ നിന്നെന്ന് നീ ഒരു പുസ്തകം എഴുതുമ്പോൾ നിന്റെ മരുമകൾ അന്യഭാഷ പറയും. സ്തോത്രം. അടുത്ത ദാനം പെട്ടെന്ന് വായിക്കാം നമുക്ക്. 2 കൊരിന്ത്യർ 5:1 വായിച്ച്. 2 കൊരിന്ത്യർ 5:1. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം, ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. അടുത്ത ദാനം എന്താണെന്നറിയാമോ? പുനരുദ്ധാന ശരീരം. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ശരീരം കൂടാരമാകുന്ന ഭൗമഭവനം. ഇത് കൂടാരമാണ്, താൽക്കാലികമായ വാസസ്ഥലം. ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ മരിക്കും. ഈ കൂടാരം വിട്ടുപിരിയേണ്ടി വരും. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം, ഇത് ഭൂമിയിൽ പാർക്കുവാൻ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. അഴിഞ്ഞുപോയാൽ ഇത് അഴിയും. എത്ര നല്ല ആഹാരം കഴിച്ചാലും, എത്ര നല്ല വീട്ടിൽ പാർത്താലും, ആശുപത്രിയിൽ തന്നെ ആയുഷ്കാലം മുഴുവൻ താമസിച്ചാലും ഇത് മരിക്കും. മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കൊണ്ടൊന്ന് വീട് വെക്കണ്ട. ഹാർട്ട് അറ്റാക്ക് ഒരു പെട്ടെന്ന് എടുത്ത് വെക്കുക ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. എന്നാലും മരിക്കും. ഡോക്ടറും മരിക്കും, നേഴ്സും മരിക്കും, മെഡിക്കൽ ഷോപ്പുകാരനും മരിക്കും, മോർച്ചറിൽ വെട്ടിക്കീറുന്നവനും മരിക്കും. എല്ലാവരും മരിക്കും. ഇത് അഴിഞ്ഞു പോകും. സ്തോത്രം. 100 വർഷം മുമ്പ് നമ്മളാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. 100 വർഷം കഴിഞ്ഞ് നമ്മളാരും ഈ ശരീരത്തിൽ ഇവിടെ കാണത്തുമില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടും. ആദ്യം ആരാ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇരിക്കുന്നവരിൽ എല്ലാവരും പോകും. സ്തോത്രം. പേടിയാകുന്നവർ സ്തോത്രം പറയേണ്ട. ധൈര്യമുള്ളവർ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ, അതുകൊണ്ട് അവസാനിക്കുന്നില്ല, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ധനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ആമേൻ. നമ്മുടെ പുനരുദ്ധാന ശരീരത്തിന് മോഡൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിലുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും മതപ്രസംഗകരുടെയും ഒക്കെ പ്രസംഗം മരണം വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ സുവിശേഷ വേലക്കാരുടെ പ്രസംഗം മരണത്തിന് അപ്പുറമുള്ള കാര്യം ഞങ്ങൾ ചാടിക്കറി പറയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടാൽ മരണം വരെ. മരിച്ചു കഴിയുമ്പോൾ അവർ കുറച്ച് ബന്ധിക്കാപ്പൂവ് റീത്ത് കൊണ്ടുവന്ന് വയ്ക്കും. സ്മൃതി മണ്ഡപം. കുഞ്ഞേ, നീ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായാൽ നിന്റെ ശരീരത്തിൽ പെട്ടിയുടെ മുകളിൽ കുറേ ബന്ധിക്കാപ്പൂ കൊണ്ടുവന്ന് വയ്ക്കും, റീത്ത്. എന്നിട്ട് വർഷം തോറും നിന്നെ ഓർക്കുമായിരിക്കും. നിനക്കും പോയി, നിന്റെ വെമ്പിള്ളയ്ക്കും പോയി, നിന്റെ കുടുംബത്തിനും പോയി. എന്നാൽ ഞങ്ങൾ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചാൽ ബന്ധിക്കാപ്പൂവല്ല, ജീവന്റെ കിരീടം.
സ്തോത്രം. ഞങ്ങൾ തെരുവിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ നെഞ്ചിന് നേരെ നിറയൊഴിച്ചാൽ ഞങ്ങൾ തൊട്ട് മുകളിൽ ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോകും. നിറയൊഴിച്ചവർ സെൻട്രൽ ജയിലിലേക്കും പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ പുനരുത്ഥാനത്തെ തുടർന്ന് ഞങ്ങൾക്ക് ജീവന്റെ കിരീടം, മരണപര്യന്തം വിശ്വസനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. നമ്മൾ മരിച്ചാൽ ഈ ശരീരം കൊണ്ടുപോയി മറവ് ചെയ്യും. ഇത് പുഴു തിന്നും. ഇന്നത്തെ കളറൊന്നും ഒറിജിനൽ അല്ല. ഇന്നത്തെ വെളുപ്പോ കറുപ്പോ ഒന്നും നോക്കണ്ട. ഇന്നത്തെ വണ്ണമോ കോലൻ ശരീരമോ ഒന്നും നോക്കണ്ട. ഇന്ന് കണ്ണ് പൊഴിഞ്ഞതാണോ, കണ്ണ് തുറിച്ചതാണോ, പൂച്ചക്കണ്ണാണോ, ചെമ്പൻമുടിയാണോ, നഖം കെട്ടതാണോ, മൂക്ക് പതിഞ്ഞതാണോ, പല്ല് പൊങ്ങിയതാണോ, ഇതൊന്നും ഇന്ന് വിഷയമല്ല. ഇതൊന്നും അല്ല യഥാർത്ഥ ശരീരം. ഇത് മരണം വരെയുള്ളത് താൽക്കാലിക ശരീരമാണ്. പക്ഷേ മരിച്ച വിശ്വാസി സ്വർഗത്തിലേക്ക് പോയാൽ, കർത്താവിന് മടങ്ങി വരവെങ്കിൽ വിശ്വാസികൾ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ശരീരം അത് കൂടാരമല്ല, അത് സ്ഥിരമായ പെർമനന്റ്, സ്ഥിരമായ സുസ്ഥിരമായ നിത്യതയോളം ജീവിക്കാനുള്ള ശരീരം. ആ ശരീരം ദൈവത്തിന്റെ ദാനമാണെന്ന്. ഇത് ദൈവത്തിന്റെ ദാനമാ, അതും ദൈവത്തിന്റെ ദാനമാണ്. സ്തോത്രം. ആ ശരീരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാധാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ആ ശരീരത്തിന്റെ പ്രത്യേകത അത് വസ്ത്രമുടുത്ത ശരീരമായിരിക്കും, തേജസ്സിന്റെ അങ്കി. ആ ശരീരം യൗവന ശരീരമായിരിക്കും. യൗവന ശരീരം. അതിൻ്റെ പ്രായം കർത്താവ് ഉയർത്തപ്പോഴുള്ള പ്രായം. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുന്ന, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ ശരീരമുള്ള, തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ഉയർപ്പിന് ശരീരം പോലുള്ള ശരീരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. 33.5 വയസ്സിലെ ശരീരത്തിൽ യേശു ഉയർത്തെങ്കിൽ ആമേൻ, യൗവനയുക്ത ശരീരമായിരിക്കും നമ്മുടെ ശരീരം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ശരീരത്തിന്റെ പ്രത്യേകത സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ പുരുഷനായിട്ടും ഉയർക്കും. പാപം ചെയ്തതിന് ശേഷമല്ല സ്ത്രീയെ സൃഷ്ടിച്ച്. നിഷ്പാപയുഗത്തിൽ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. സ്ത്രീയുടെ സൃഷ്ടിപ്പ് വൈകല്യമല്ല. ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരും ഉണ്ടെന്നാണ് 2 കൊരിന്ത്യർ 6 പൗലോസ് പറയുന്നത്. സ്തോത്രം. പക്ഷേ സ്വർഗത്തിൽ വിവാഹമില്ല. അതോടെ ചിന്തിക്കണം, വിവാഹമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പുനരുദ്ധാന ശരീരത്തിൽ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്, വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, വിവാഹമില്ല. അടുത്തത്, ആ ശരീരത്തിന്റെ പ്രത്യേകത തമ്മിൽ തിരിച്ചറിയാം. മോശയെയും ഏലിയാവിനെയും ദൈവജ്ഞാനത്താൽ പത്രോസ് മറുമലയിൽ തിരിച്ചറിഞ്ഞെങ്കിൽ ആമേൻ, കോടി കോടി വിശുദ്ധന്മാരെ നമുക്കന്ന് ദൈവജ്ഞാനത്താൽ തിരിച്ചറിയാം. അംശമായി ജ്ഞാനത്താൽ പത്രോസ് അറിഞ്ഞെങ്കിൽ പൂർണ്ണമായി ഇത് വരുമ്പോൾ നമ്മൾ അറിയത്തില്ലേ? ഹാനോക്ക് ഏതാണ് സ്വർഗത്തിൽ ചെന്ന് ചോദിക്കേണ്ട, കാണുമ്പോൾ തന്നെ അറിയാം. അതാണ് 300 കൊല്ലം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. ഉടലോടെ സ്വർഗത്തിൽ പോയ ഹാനോക്ക് അപ്പച്ചൻ ഇതാണ് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. മലാക്കി ആരാണെന്ന് ചോദിക്കേണ്ട, കാണുമ്പോൾ തന്നെ അറിയാം. അതാ മലാക്കി, അതാ എഗസ്കേൽ പോകുന്നു, അതാ ദാനിയേൽ പോകുന്നു, അതാ ഏലിയാവ് പോകുന്നു, അതാ ഇരമ്യാവ് പോകുന്നു, അതാ ശ്രാമയോഹന്നാൻ പോകുന്നു, അതാ പത്രോസ്ലീഹ, അതാ സ്തേഫാനോസ്, അതാ എല്ലാവരെയും തമ്മിൽ തിരിച്ചറിയാം. ഇത്ര സന്തോഷമാണ്. ആ ശരീരത്തിന്റെ പ്രത്യേകത അസ്ഥിയും മാംസവും ഉണ്ട്, രക്തമില്ല. ആ ശരീരത്തിന്റെ പ്രത്യേകത വാതിലടച്ചിരിക്കെ തുറക്കാതെ അകത്ത് കിടക്കാം. ആ ശരീരത്തിന്റെ പ്രത്യേകത വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. ദാഹവുമില്ല, വിശപ്പുമില്ല, മലമൂത്ര വിസർജനമില്ല. ആ ശരീരത്തിന്റെ പ്രത്യേകത ഭൂമിയുടെ ഗുരുത്വശക്തിയെ ഉല്ലംഘിക്കുന്ന ശരീരമാണ്. സ്തോത്രം. ഈ ശരീരം ദ്രവത്വമാണ്, ആ ശരീരം അദ്രവത്വമാണ്. ഈ ശരീരം ബലഹീനമാണ്, ആ ശരീരം ശക്തിയുള്ളതാണ്. ഈ ശരീരം പ്രാകൃതമാണ്, ആ ശരീരം ആത്മീയമാണ്. ഈ ശരീരം അപമാനമുള്ളതാണ്, ആ ശരീരം തേജസ്സേറിയതാണ്. ഈ ശരീരം മൺമയമാണ്, ആ ശരീരം വിൺമയമാണ്. ഈ ശരീരം ക്ഷയമുള്ളതാണ്, ആ ശരീരം അക്ഷയമാണ്. ഈ ശരീരം മർത്യമാണ്, ആ ശരീരം മരിക്കാത്ത ശരീരമാണ്. മുറിയാത്ത മാംസം, ഒടിയാത്ത അസ്ഥിയാണ് ആ ശരീരത്തിന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
പൗലോസ് പറഞ്ഞു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കുറച്ച് കഷ്ടം സഹിക്കുന്നവർക്ക് കടലാസ് കനത്തിൽ തേജസ് കിട്ടുമെങ്കിൽ കൂടുതൽ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ കൈപ്പത്തി കനത്തിൽ തേജസ് കിട്ടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം മനവധിയായി തേജസ്സിന്റെ നിത്യഗനം കിട്ടുവാൻ ഹേതുവാണ്. ഹല്ലേലൂയ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം, അതെ, നമ്മൾ സ്വർഗത്തിൽ പ്രൈസ് ദി ലോർഡ് തേജസ്സോടെ പറന്നു കിടക്കും. സ്തോത്രം. ആ ശരീരം ദൈവത്തിന്റെ ദാനമാണ്. ദാഹമില്ലാത്ത, വിശപ്പില്ലാത്ത, രോഗമില്ലാത്ത, ശാപമില്ലാത്ത, ജരാനരകളില്ലാത്ത, മരണമില്ലാത്ത ആ മനോഹരമായ ശരീരത്തിനായി എന്നെ ഉള്ളം കൊതിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് ഭാവി പ്രത്യാശയുണ്ട്? എന്റെ കർത്താവ് വരുമ്പോൾ ആ തേജസ്സേറിയ ശരീരം എനിക്ക് ലഭിക്കും. അത് ദൈവത്തിന്റെ ദാനമാണ്. മരണമാണ് മനുഷ്യന്റെ മുഖ്യ പ്രശ്നം. എന്നാൽ മരിച്ചവരെ ഉയർപ്പിച്ച, മരണത്തെ ജയിച്ച യേശുനാഥൻ മേഘത്തിൽ വന്ന് നമ്മെ വിളിക്കുമ്പോൾ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീരെന്ന് പറയുമ്പോൾ, ദൈവത്തിനായി ഇവിടെ ജീവിച്ചു മരിച്ചവരും ജീവനോട് ഇരിക്കുന്നവരും ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ടും ആകാശ മേഘത്തിൽ കർത്താവിനെ എതിരേൽക്കും. കുഞ്ഞെ, നീ എന്നുണ്ടായിരിക്കുമോ? സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ഉറപ്പുണ്ട് ആ ശരീരം ദൈവം എനിക്ക് ദാനമായി തരും? എൻ്റെ പ്രത്യാശ വർദ്ധിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയുമെന്ന് രാത്രി? ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രസംഗമല്ല ഇത്. മരണത്തിനപ്പുറം നിന്ന് ഞങ്ങൾ പറയുകയാണ്. ശവക്കുഴിക്ക് അപ്പുറം ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു ആ മനോഹരമായ നാട്, മനോഹരമായ വീട്, ദൂതന്മാർ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, കോടിക്കണക്കിന് വിശുദ്ധന്മാർ എല്ലാവരും ചേർന്ന് വരുന്ന ആ വലിയ സ്വർഗീയ സമ്മേളനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ ഫോട്ടോ വാങ്ങിയ അമ്മച്ചിക്ക് സ്വത്തുക്കളെല്ലാം കിട്ടിയതുപോലെ യേശുവിനെ സ്വീകരിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന ആ നന്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ യേശു എന്റെ കൂടെയുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്? ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് പറയാം, അതെ, യേശു എന്റെ ഹൃദയത്തിലുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്, എനിക്ക് അവനെ മതി, ഈ ലോകമല്ല എനിക്ക് പ്രശ്നം, എനിക്ക് ദൈവമാണ്, ഈ ലോകം എനിക്കൊരു വിഷയമല്ല, എനിക്ക് ദൈവം മതി എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? എഴുന്നേറ്റ് നിന്നാട്ടെ.